ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ജയ ജയ ശ്രീ രാധേശ്യാം. എല്ലാവരുടെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പാണ് സുകന്യാജി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ കൊല്ലത്ത് ഇതുപോലെ ഒരു സത്സംഗ വേദി നടക്കുന്നുണ്ട്, വരുമോന്ന്. ഇത്ര ദൂരക്കൊക്കെ ഞാൻ എങ്ങനെ വരും, എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുമോയെന്ന് അറിയില്ല എന്നെല്ലാം ആദ്യമേ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ തീരുമാനം എന്താ വെച്ചാൽ അതുപോലെ ആവാന്നേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചതാണ് തീർച്ചയായിട്ടും പല വിധത്തിലുള്ള അനുഭവങ്ങളെ കൊണ്ട് എനിക്കിത് ഉറപ്പായി. അത് കഴിഞ്ഞ് പിന്നീട് വരാമെന്നൊക്കെ സമ്മതിച്ച് ഇവിടുത്തെ ആ ഒരു നോട്ടീസുകളും കാര്യങ്ങളൊക്കെ അടിച്ചു കിട്ടിയപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. അത്യധികം വിജ്ഞാനപ്രദമായ ധാരാളം ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. ഓരോന്നും ഞാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ. അപ്പം അത്രയും വലിയ വലിയ ക്ലാസ്സുകൾ നടക്കണു. അതിനിടയ്ക്ക് കേട്ട കാര്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ വരണവർ അത്രയും സെലക്റ്റീവായ ഓഡിയൻസ് ആണെന്നും കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഗുരുവായൂരപ്പ, എനിക്ക് ആകെ കൂടിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, ഭഗവാന്റെ കഥ പറയാൻ ഒരുപാട് ഇഷ്ടമാണ്, നാമം ജപിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, കണ്ണനെ ഒരുപാട് 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 ഇഷ്ടമാണ്. അതാണ് ഏറ്റവും ആ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ PhD ഒക്കെ പഠിച്ച് എല്ലാം തികഞ്ഞിരിക്കുന്ന ആൾക്കാരെ അടുത്ത് വന്നിട്ട് 1ാം ക്ലാസ്സിൽ പറ പഠിപ്പിക്കണ പോലെ ആവുമോ കണ്ണ എന്നായിരുന്നു ചോദ്യം. പക്ഷെ ഭഗവാൻ എപ്പോഴും ചിരിക്കുകയായിരുന്നു. പിന്നെ ആ ധൈര്യം, ഗുരുവായൂരപ്പനായതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ ഭഗവാൻ നിശ്ചയിച്ചതൊക്കെ പറയാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ സതീഷിനെ പറ്റിയിട്ടൊക്കെ അത് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അടുത്തേക്ക് വരുമ്പോൾ വർത്തമാനം പറയാനൊക്കെ ഭയപ്പെട്ടിട്ടാണ് സത്യം പറയാൻ. കാരണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക്. അത്രയും നമ്മുടെ മനസ്സിലൊക്കെ അവർ അത്രയും ആ ഗുരുനാഥന്മാരുടെ അതേ ഭാവത്തിലാണ്. എനിക്ക് ആകെ കൂടെ ആ കഥ പറയാനുള്ളൊരു ഇഷ്ടം, കേൾക്കാനുള്ളൊരു ഇഷ്ടമുള്ള, അതിനപ്പുറത്തൊന്നും ഇല്ല. അപ്പം അത് കാരണം ഇവിടെ എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്ക് നിശ്ചയമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഭഗവാൻ ശരിക്കും എന്താ പറയുക, ഫലം നിറഞ്ഞ മരം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഭാഗവതമൊക്കെ പറഞ്ഞു തരുന്ന പോലെ ആ ഒരവസ്ഥ നമ്മളോട്
എത്രയും സ്നേഹത്തോടു കൂടിയിട്ട് വിനയത്തോടു കൂടിയൊക്കെ പറയണ കേട്ടപ്പോൾ അതും നമുക്കൊരു പാഠമായിട്ട് തീർന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. അതുകൊണ്ട് അവിടുന്ന് പോരുമ്പോൾ ഉണ്ടായ സങ്കോചമൊന്നും ഇപ്പൊ തീരെ ഇല്ല മനസ്സിൽ. ഇവിടെ വന്നപ്പോഴും പരിചയമുള്ള ധാരാളം മുഖങ്ങൾ, കണ്ണൻ്റെ കഥ ഇഷ്ടപ്പെടുന്നവര്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ പറയാൻ എനിക്ക് തന്നിരിക്കുന്ന കാര്യം ജ്ഞാനപ്പാനയാണ്. ഈ വൈശാഖ മാസം തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പൂതാലമുത്തശ്ശൻ എൻ്റെ കൂടെയുണ്ട്. ഏതൊരു സത്സംഗത്തിൽ എന്ത് പറയുമ്പോഴും ഈ ആദ്യം പറഞ്ഞു തുടങ്ങിയാലും പിന്നെ അവസാനിക്കുന്നത് ഈ ജ്ഞാനപ്പാനെ പറ്റിയിട്ടാണ്. അപ്പം അതൊക്കെ ഭഗവാന്റെ ശരിക്കും ആ ഒരു സാന്നിധ്യം പോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാര്യം ആരുടെയോ മൊബൈലായാലും ഇവിടെയും ഇപ്പോൾ ഒരു ഓടക്കുഴവിളിയാണ് കേട്ടത്. ആ കണ്ണന് ശരിക്കും ഓരോ ചിരിക്കുന്ന മുഖങ്ങളിലും ആ ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് കാണുന്നത്. ഒരുപാട് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ജ്ഞാനപ്പാന 2 മണിക്കൂർ അനുവദിച്ച് തന്നിട്ടുണ്ട് പറയാൻ. ജ്ഞാനപ്പാനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. ജ്ഞാനപ്പാന എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കേൾക്കണവർക്ക് വിചാരിക്കും മലയാളത്തിൽ ഉള്ള ഒരു ധാരാളം പേർക്ക് കാണാണ്ടും അറിയാം ജ്ഞാനപ്പാന, അങ്ങനെ ഉണ്ടാവും. പക്ഷേ എത്രയോ നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ എത്രയോ അറിവുകളാണ് ആ ജ്ഞാനപ്പാനയിൽ ഒതുങ്ങിയിരിക്കണത്. അത് നമുക്ക് മനസ്സിലാവില്ല. ആദ്യം അങ്ങനെ വായിച്ചു പോകുമ്പോൾ മനസ്സിലാവില്ല. ഓരോ തവണയും ആ ഒരു ഇഷ്ടത്തോടു കൂടി ജ്ഞാനപ്പാന വായിക്കും തോറും, വെറുതെ വായിക്കാൻ വേണ്ടി വായിക്കുകയല്ല കേട്ടോ വേണ്ടത്, ഭഗവാനോടുള്ള ആ കൊതിയോടുകൂടി വായിക്കും തോറും കേൾക്കും തോറും അതിലെ ഓരോ വാക്കുകളും ആ ഗുരുവായൂരപ്പൻ നമുക്കായിട്ട് അതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പൂന്താനം മുത്തച്ഛൻ്റെ ആ ഭക്തി എത്രയ്ക്കും നിറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാവണം. തുടങ്ങുമ്പോൾ തന്നെ അത് തുടക്കം തന്നെ പറയണത് എന്താ? ആദ്യം തന്നെ നമ്മൾ അത് തുടങ്ങുമ്പോൾ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അത് പാടാൻ നല്ല സുഖം, കേൾക്കാനും നല്ല സുഖം. അതിലെ ഓരോ പദങ്ങളും ഉപയോഗിച്ചേക്കുന്നത് ഓരോന്നിനും അത്രയും ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മഹത്വമുണ്ട്. കൃഷ്ണ കൃഷ്ണ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. നാമം ജപിക്കുമ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ നാമം ജപിക്കുമ്പോൾ കൃഷ്ണ 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 അല്ലെങ്കിൽ രാമ 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 എന്ന് ജപിക്കും. അല്ലെങ്കിൽ എന്താ ശിവശിവ 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 എല്ലാം 2 പ്രാവശ്യം ഇതാണ് നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അറിയാണ്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വലിയൊരു അർത്ഥമുണ്ട്. ഇവിടുത്തെ ആ കൃഷ്ണനും കൃഷ്ണയും പരിപൂർണമാകുന്ന ഒരു പൂർണ്ണ ബ്രഹ്മമാണ് ആ കൃഷ്ണ എന്നുള്ള 2 പദങ്ങളെ കൊണ്ട് അതിലെത്തണത്. കൃഷ്ണൻ എന്ന് വിചാരിച്ചാൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്നുള്ളൊരു അർത്ഥം നമ്മൾ പറയണ്ടേ കൃഷ്ണന്. ഏതൊക്കെ പ്രകാരത്തിലാണ് ആ ഉണ്ണിക്കണ്ണൻ നമ്മളെ ആ കണ്ണനിലേക്ക് ആകർഷിക്കുന്നത്? മനോഹരമായ ബാലലീലകളെ കൊണ്ടും അത്യത്ഭുതമായ കാരുണ്യത്തെ കൊണ്ടും അത്യത്ഭുതമായ വാത്സല്യത്തെ കൊണ്ടും ഭക്തവാത്സല്യങ്ങളെ കൊണ്ടും ഒരുപാട് കഥകൾ നമുക്കറിയാം. അതിലൂടെയൊക്കെ ആ കൃഷ്ണൻ നമ്മളെ ആ ഭഗവാനിലേക്ക് ആകർഷിക്കുന്നു. ആ ആകർഷണം പൂർണ്ണമാവണമെങ്കിൽ മറ്റൊരു കൃഷ്ണനും കൂടി അവിടെ വേണം. ആ കൃഷ്ണൻ ആരാണ്? കൃഷ്ണയാണ്. സാക്ഷാൽ പരമപ്രേമം ശ്രീ രാധാറാണി തന്നെയാണ്. ആ ശക്തിയും ശിവനും ശക്തിയുമാണ്. ശിവ എന്നുള്ളത് ആ ഭാഗം, അത് രണ്ടും ചേർന്നാൽ മാത്രമേ അവിടെ പൂർണ്ണമാവുള്ളൂ. രാമനും രമയുമാണ് രാമ.
അതുപോലെ കൃഷ്ണനും കൃഷ്ണയുമാണ്. കൃഷ്ണ കൃഷ്ണ. കാരണം പ്രേമമില്ലാണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല. അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ അറിവ് നമുക്ക് അനുഭവം ആവണമെന്നുണ്ടെങ്കിൽ അത്രയും ആ പ്രേമം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുണ്ടാവണം. ധാരാളം അറിവുണ്ടായി എന്നുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനോടൊരു ഇഷ്ടമാണ് വേണ്ടത്. നിങ്ങോട്ട് വന്നപ്പോൾ ഒരു മോൾ എന്നോട് പറഞ്ഞു, ആദ്യമൊക്കെ എനിക്ക് കൃഷ്ണനെ പേടിയായിരുന്നു, ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാട്ടോ അമ്മയെന്ന്. അതാണ് വേണ്ടത്. ആദ്യമൊക്കെ പേടിയായിരുന്നു, കൃഷ്ണൻ കോപിക്കുമോ, അത് ചെയ്താൽ തെറ്റ് ചെയ്താൽ കോപിക്കുമോ എന്ന്. ഇപ്പം അങ്ങനെയൊന്നും ഒരു പേടിയില്ല. അങ്ങനെയൊന്നും നമ്മൾ തെറ്റ് ചെയ്യാനും തോന്നണില്ല. ഇപ്പം ഇഷ്ടമാണ്. എന്ത് ചെയ്യുമ്പോഴും ആ കൃഷ്ണന് ഇഷ്ടമാവണം. കൃഷ്ണനോട് ഒരുപാട് അടുത്തു. അപ്പം കൃഷ്ണനില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് വേണ്ടത്. ഭയപ്പെട്ട് മാറ്റി നിർത്തേണ്ട ഒന്നുമല്ല. കാരണം മാറ്റി നിർത്താൻ പറ്റില്ല. എങ്ങടാ മാറ്റി നിർത്തണേ? ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ പിന്നെ എന്താ, നമ്മളില്ല. ഉള്ളിൽ എല്ലാവർക്കും ഉള്ളിലാത്മാവായി വിളങ്ങും കൃഷ്ണനീ വിധം. ആ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ട് വിളങ്ങുന്ന ഭഗവാൻ കൃപ കൊണ്ട് ഉലകിൻ നന്മയ്ക്കുടൽ കൊണ്ടു കളിച്ചതാം. ആ ഭഗവാന്റെ അപാരമായ ആ കൃപ കൊണ്ട് നമുക്ക് പറയുമ്പോൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ മനസ്സിലാവണില്ല. ഓരോ ഭാവത്തിൽ വരുമ്പോഴും രൂപത്തിൽ വരുമ്പോഴും ഭയം വരണു. നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ ആരൊക്കെങ്കിലും ഇപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുമോ? ഭയമല്ലേ തോന്നുക. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ ഭാവങ്ങൾ വരുമ്പോഴും ആ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം പറഞ്ഞാൽ പ്രഹ്ലാദസ്വാമി സമ്മതിക്കില്ല കേട്ടോ. പ്രഹ്ലാദസ്വാമി ഓടിച്ചെന്നതാണ്. കാരണം നരസിംഹമൂർത്തി ഭാവം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ അത് മറ്റൊരു അത്ഭുത രീതിയാണ്. കാരണം ഭഗവാൻ ഒരു രൂപം കൈക്കൊണ്ടത് നരസിംഹഭാവത്തിൽ അത്ഭുതമായിട്ടുള്ള അത്യുഗ്രമായ രൂപം കൈക്കൊണ്ട് എല്ലാവരും ഭയന്നു മാറി. പ്രഹ്ലാദൻ മാത്രം ഭയന്നില്ല എന്ന് പറയണു. എന്നാണോ ഹിരണ്യകശിപു വരം ചോദിച്ചത് അന്ന് മുതൽക്ക് തന്നെ ഈ നരസിംഹ രൂപത്തിനെ ഓരോരുത്തരും മനനം ചെയ്ത് എങ്ങനെയാവും വലിയൊരു മനുഷ്യൻ്റെ രൂപം, മൃഗത്തിൽ പറ്റിയ ഏറ്റവും വലുതായ സിംഹം. അപ്പം അങ്ങനെയുള്ള രൂപങ്ങളെയൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സങ്കല്പിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? ആ ഉഗ്രരൂപത്തിനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, രൂപം സത്യാക്കി. പക്ഷേ കുഞ്ഞ് പ്രഹ്ലാദനോട് എന്താ അച്ഛൻ ചോദിച്ചത്? എവിടെ നിന്റെ നാരായണൻ? എവിടെയാടാ നിന്റെ നാരായണൻ ചോദിച്ചപ്പോൾ ഈ തൂണിലുണ്ടോ? പറഞ്ഞുണ്ടെന്ന്. അപ്പോൾ അവിടെ ആ തൂണ് പിളർന്നു വന്നപ്പോൾ പ്രഹ്ലാദസ്വാമിക്ക് ഭയമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ? നാരായണനെയാണ് കാണുന്നത്. ആ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ. ആ കൃഷ്ണഗ്രഹം എപ്പോഴും കണ്ണൻ എന്താ കൂട്ടി പിടിച്ചേക്കാണ്. എപ്പോഴും കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനും നടക്കണ ആ ശ്രീഹരി. ആ ശ്രീഹരിയാണ് ആ പ്രഹ്ലാദസ്വാമി കണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. ഭഗവാൻ എന്നും ഒരേ ഭാവമാണ്. നമ്മുടെ ഉള്ളിൽ എങ്ങനെയൊക്കെ വേണം എന്ന് വെച്ചാൽ അതുപോലെ വരും ഭഗവാൻ. അത് തന്നെയാണ് ഇത്രയധികം ഈശ്വര സങ്കല്പങ്ങൾ നമുക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനം. അത് തന്നെയാണ്. ഓരോരോ ഭാവത്തിൽ ഓരോരോ രൂപത്തിൽ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് വരണു. അങ്ങനെയുള്ള ആ ഭഗവാൻ ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്താനല്ല. ആ കൃഷ്ണരൂപം പോണ്ടത് എല്ലാം മറ്റുള്ളതൊക്കെ പോട്ടെ, നിങ്ങളെല്ലാവർക്കും എന്നെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ടിയിട്ട് കൊതിക്കാൻ വേണ്ടിയിട്ട് അതിസുന്ദരമായ രൂപം കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും ആസ്വദിക്കാൻ അത്യത്ഭുതമായിട്ടുള്ള ആ കൃഷ്ണരൂപം, എല്ലാവരെയും കൊതിപ്പിക്കുന്ന കൃഷ്ണഭാവം, എല്ലാവരെയും കൊതിപ്പിക്കുന്ന ആ കൃഷ്ണലീലകൾ, അങ്ങനെയുള്ളൊരു ഭാവത്തിൽ ആ ഭഗവാൻ നമ്മളിലൊരാളായിട്ട്, നമ്മളിലൊരാവിരാസീത്. ആവിരാസീത് എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും ഇറങ്ങി വരാണ്ടോ? എവിടുന്ന് ഇറങ്ങി വരാനില്ല. ആ ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ഞാനും നിങ്ങളിലൊരാളാട്ടോ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കണു. അപ്പം നമ്മൾ പറയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം വലിയ തലത്തിലിരിക്കണ ഒരാളാണ്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാൻ വെച്ചിട്ടോ.
അപ്പം അദ്ദേഹം വന്നിട്ട് നമ്മളപ്പോൾ അയ്യോ പ്രധാനമന്ത്രിയല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പം അദ്ദേഹം ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരും വിളിച്ച് വരൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ ഭാവത്തിൽ നമ്മുടെ അതേ ആശയം നമ്മുടെ കൂടെ നിന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ആ ഒരു ഭയം ഉണ്ടാവുമോ? അപ്പോൾ ആ ഒരു ഇഷ്ടം കൂടില്ലേ? ഗുരുവായൂരപ്പനോ തന്നെ ആഗ്രഹം ഉണ്ടായുള്ളൂ. ആ ഗുരുവായൂരപ്പൻ്റെ രൂപം ഉണ്ടായത് തന്നെ എങ്ങനെയാണ് ആ ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ആ സച്ചിദാനന്ദത്തിന് ആ ഒരു രൂപം ഉണ്ടായത് കാരുണ്യത്തിൻ്റെ. ഇപ്പം താപത്രയം ആണല്ലോ, ആ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പം ചൂട് കാലത്ത് നമ്മളെന്താ ചെയ്യുക? ഐസിൻ്റെ കട്ടയൊക്കെ ഇട്ടിട്ടാണ് ധാരാളം വെള്ളമൊക്കെ കുടിക്കും തണുപ്പ് ഉള്ളിലേക്കെത്താൻ. അപ്പം ഭഗവാനും വിചാരിച്ചു നമ്മുടെ താപത്രയത്തെ ഇല്ലാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് വേണം. അപ്പം ഭഗവാൻ എന്തിൻ്റെ തണുപ്പാണ്? കാരുണ്യത്തിൻ്റെ തണുപ്പ് കൊണ്ടുതാ സ്വയം തണുത്തുറഞ്ഞൊരു രൂപമായി തീർന്നു. അതാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ചന്ദ്രാനന്ദാവബോധാത്മകം അൽപമിതം എന്ന് പറഞ്ഞ് നമ്മൾ ആ നാരായണീയത്തിൽ കേൾക്കില്ലേ? എങ്ങനെയാണ് രൂപം കൊണ്ടത്? ആ കാരുണ്യത്തിൻ്റെ തണുപ്പ് കൊണ്ടുറഞ്ഞ് കട്ടിയായിട്ടുള്ള ആ രൂപമാണ് ഇത്ര. ഭഗവാൻ എപ്പോഴും നമ്മളെത്ര സങ്കടത്തോട് കൂടിയിട്ട് എത്ര വിഷമത്തോട് കൂടിയിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ചെന്നോട്ടെ, മനസ്സിന് എന്തൊരാശ്വാസം. ആ ഒന്നും വേണ്ട, രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കുന്ന കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിലൊന്നും ചെന്ന് നിൽക്കുമ്പോഴേ എന്തൊരു തണുപ്പാണ് നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളെയും തീർക്കാൻ നമ്മളിലൊരാളായിട്ട് ഭഗവാൻ വന്നു. ആ ഒരു സത്യം തന്നെയാണ് പറയുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദൻ. മുകുന്ദൻ വിചാരിച്ചാൽ എന്താണ്? മുക്തി തരുന്ന ആളാണ് മുകുന്ദൻ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മുക്തി തന്നിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, എല്ലാ വിഷമങ്ങളെയും ജനങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും തീർക്കുന്ന ജനാർദ്ദനൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ. ഗോവിന്ദൻ എന്താ? ആ നമ്മളുടെ എല്ലാവരുടെയും ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെളുത്ത കണ്ണനെ ഓർമ്മ വരിക അല്ലേ? ബാക്കിയൊക്കെ കറുത്ത കണ്ണനാണ്. ഒരു സ്ഥലത്ത് മാത്രം, ഒരു ദിക്കിൽ മാത്രമേ വെളുത്ത കണ്ണനായിട്ട് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. എപ്പോഴാണ് ആ ഗോവിന്ദനായിട്ട് നിന്നിട്ട് അവിടെ ആ സുരഭി വന്നിട്ട് പാലഭിഷേകം ചെയ്യുമ്പോൾ കണ്ണൻ്റെ ശരീരം മുഴുവനും വെളുത്ത ഗോവിന്ദനായിട്ട് ആ ഭഗവാൻ വല്ല. ഗോവിന്ദൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ആ മനസ്സ്, നമ്മുടെയൊക്കെ മനസ്സിനെ ഉയർത്തുക. ഗോവിന്ദൻ എന്താ ചെയ്തേ? ഗോവർദ്ധനത്തിനെ ഉയർത്തിയില്ലേ? ഗോവർദ്ധനം എന്ന് വെച്ചാൽ തന്നെ മനസ്സിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ആ ജ്ഞാനത്തെയൊക്കെ നീക്കിയിട്ട് മനസ്സിനെ ഉയർത്തുക. അപ്പം നമ്മുടെയൊക്കെ മനസ്സിനെ ഉയർത്താനാണ് ഗോവിന്ദൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. അത് എത്ര പറഞ്ഞാലും തീരാത്ത അർത്ഥമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് ഗുരുനാഥനെ വന്ദിച്ചുകൊണ്ടാണ്. അപ്പോൾ പൂന്താനമുത്തച്ഛൻ ഈ ജ്ഞാനപ്പാന മാത്രമൊന്നുമല്ല, ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയ കൃതികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നോക്കിയാൽ കാണാം ഗുരുവന്ദനുണ്ട്, ഗണപതിയുടെ വന്ദനുണ്ട്, ഒക്കെ കാണാം. പക്ഷെ ജ്ഞാനപാനയിൽ അങ്ങനെയൊന്നുമല്ല ചെയ്തിരിക്കണേ. ജ്ഞാനപാനയിൽ എന്താ? ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുക. ആ ഗുരുനാഥൻ എല്ലാ ഗുരുക്കളുടെയും നാഥനാണ്. ഗുരുനാഥൻ എന്നാ പറഞ്ഞേക്കണേ. അവിടെ എല്ലാ ഗുരുവിൻ്റെയും ഗുരുക്കളുടെയൊക്കെ നാഥനായിട്ട് ആരാ നിൽക്കണത്? ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. സാക്ഷാൽ എല്ലാ സർവപ്രപഞ്ചത്തിനും ആധാരഭൂതനായിട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് നാഥൻ. എല്ലാവർക്കും നാഥൻ അല്ലേ? ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലേ? ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു
ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ. ഗുരു ആരാണ്? സാക്ഷാൽ പരബ്രഹ്മമാണ് ഗുരു. അപ്പം നേരത്തെ പറഞ്ഞ ഗുരു ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ കർമ്മം എന്താ? സൃഷ്ടി ചെയ്യലാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നു അല്ലേ? അപ്പം നമ്മളെയൊക്കെ ഇവിടെ പ്രത്യക്ഷത്തിൽ നമ്മൾ എങ്ങനെയാണ് വന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നു. അപ്പം നമ്മളെ സൃഷ്ടിച്ചത് ആരാ? നമ്മുടെ അമ്മയാണ്. അപ്പം ബ്രഹ്മാവിൻ്റെ സ്ഥാനത്ത് ആരാ? അമ്മ. ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു നമ്മളെ നിലനിർത്തണത് അല്ലേ? നമ്മളെ വേണ്ടതുപോലെ പരിപാലിച്ച് നമുക്ക് വേണ്ടത് നൽകി നമ്മളെ വേണ്ടതുപോലെ കൊണ്ടു നടക്കണു. അങ്ങനെ നോക്കേണ്ട ആരാ? നമ്മുടെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ, ആ വിഷ്ണുവിൻ്റെ ഭാവത്തിൽ അച്ഛൻ നമ്മളെ കാത്തുരക്ഷിക്കണു. ഗുരുദേവോ. പിന്നെ ഉണ്ടല്ലേ ആ ഗുരുനാഥൻ കൊണ്ടുപോയിട്ട് നല്ലത് ദേവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാത്വികമായ ഭാവം, ആസുരിക ഭാവത്തെ കളഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ചീത്തത്വങ്ങളെയും കളഞ്ഞിട്ട് അറിവിനെയൊക്കെ പകർന്നു തന്നിട്ട് സാക്ഷാൽ ഗുരുവായിട്ട് ഇരിക്കണ അതാരാ? അപ്പം മഹേശ്വരൻ്റെ ഒരു ഭാവം എന്താ? മഹേശ്വരൻ ശരിക്കും പറയും ആ സംഹാരം. എന്തിനാ സംഹരിക്കണേ? നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെയാണ് സംഹരിക്കണത്. അതാണ് അദ്ദേഹം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ, നമ്മുടെ ആ കാമക്രോധാദി ലോപമോഹങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള ഭാവങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് മനോമാലിന്യങ്ങളെ മുഴുവനും തീർത്ത് നമ്മളെ കാത്തുരക്ഷിക്കണം മഹേശ്വരൻ. അതാരാ? ഗുരുനാഥനാണ്. ഇത് ശരിയല്ല, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഉന്നതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരുനാഥനും അച്ഛനും അമ്മയൊക്കെയാണ് ആ ത്രിമൂർത്തി ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാവുന്ന രീതിയിലൊക്കെ നിൽക്കണത്. അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ മുഴുവനും അങ്ങനെ എല്ലാ ഭാവത്തിലുള്ള ഗുരുക്കന്മാരുടെയും നാഥനായിട്ടിരിക്കണം ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ അല്ലേ? കൃഷ്ണം വന്ദേ ജഗദ്ഗുരും അല്ലേ? അപ്പം ഗുരുവായൂരപ്പനാണ് സാക്ഷാൽ ഗുരുനാഥൻ. ഇവിടെ ആ പൂന്താനമുത്തച്ഛൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ, ഗുരുനാഥനോട് മാത്രം. ആ ഗുരുനാഥനോട് പറയാനും കാര്യമുണ്ട്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. എന്തിനാണ് തുടക്കേണ്ടത്? ഗുരുവായൂരപ്പൻ നാമം ജപിക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പ. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും നാമം ജപിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട്, നാരായണ 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 എന്ന് പറഞ്ഞാൽ പോരെ എന്ന് തോന്നും. അത് പറയണമെങ്കിൽ, നാവ് അങ്ങനെ വഴങ്ങണമെങ്കിൽ, ഹരേ രാമ നാമം ജപിക്കണമെങ്കിൽ അതിനെത്ര പ്രയാസമുണ്ടെന്ന്. അത് അത്രയൊന്നും പെട്ടെന്നൊന്നും കിട്ടില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ കലികൽമഷങ്ങളും അജ്ഞാനങ്ങളൊക്കെ തീർന്ന് മനസ്സ് പരിശുദ്ധമാകുമ്പോഴേ ആത്മാർത്ഥമായിട്ട് നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു പ്രേമഭാവത്തോടു കൂടിയിട്ട് നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറയണത് എന്താ? എനിക്ക് നാമം ജപിക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പ എന്ന്. അപ്പോൾ ബാക്കിയുള്ള അറിവുകൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ആരെയൊക്കെ ആശ്രയിച്ചാലും നമുക്ക് അറിവുകൾ നേടാം. പല വിധത്തിലുള്ള ഗുരുനാഥന്മാരെയൊക്കെ ആശ്രയിച്ചിട്ട് അറിവുകൾ നേടാം. പക്ഷെ ഗുരുവായൂരപ്പനോട് പറയണോ നാമം ജപിക്കാൻ തോന്നിക്കണേ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഈ മനുഷ്യജന്മം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ നാമം ജപിക്കണം എന്ന് പറയണു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം? അപ്പൊ അതിന് ആ മനുഷ്യജന്മം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ് നാമം ജപിക്കാനായിട്ട് പ്രാർത്ഥിക്കണത്. അപ്പൊ നാമം ജപിക്കുകയാണ് വേണ്ടത്. അതിലപ്പുറം ഒന്ന് ചെയ്തിട്ടും അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് നേടിയിട്ടും കാര്യമില്ല. പിന്നെ എന്തിനാ മറ്റുള്ള പഠിപ്പുകളൊക്കെ എന്ന് വിചാരിച്ചാൽ ഈ നാമം ജപിക്കണതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്തെല്ലാം ഗ്രന്ഥങ്ങളും എല്ലാം, ഏതൊക്കെ ഗ്രന്ഥം എടുത്ത് നോക്കിക്കോളും, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം എന്താ പറയുക? നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്ന് പറയും. എവിടെയൊക്കെ പൂജകൾ, കർമ്മങ്ങൾ, ഹോമങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അവസാനം അവർ നമ്മളോട് പറയെന്താ? അതേ എല്ലാവരും കൂടി ഉറക്കെ നാമം ജപിച്ചോളൂ കേട്ടോ എന്ന് പറയും. എന്തെങ്കിലും
വിധത്തിലുള്ള കർമ്മപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി പരിശുദ്ധമാക്കാൻ നാമജപത്തിനെ സാധിക്കുള്ളൂ. അതുകൊണ്ട് പൂന്താനമുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരണു, നാമം ജപിക്കൂട്ടോ. നാമം ജപിച്ചാൽ മാത്രമാണ് നമ്മുടെ മനുഷ്യജന്മം സഫലമായിട്ട് തീരുള്ളൂ. ഞാൻ പറഞ്ഞു തരിക മാത്രമൊന്നുമല്ല കേട്ടോ ഉണ്ടായത്. അദ്ദേഹം അത് പറയുക മാത്രമൊന്നുമല്ല, അതിനനുസരിച്ചിട്ട് അത് നമുക്ക് പ്രാവർത്തികമാക്കിയിട്ട് കാണിച്ചു തന്നു. പൂന്താനമുത്തച്ഛൻ്റെ കഥ പറയുമ്പോൾ പല വിധത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ പറയണേ, ഇദ്ദേഹം വേദാർഹനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നില്ല എന്ന് പറയണു. അച്ഛൻ്റെ കൂടെ ഗുരുവായൂർക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനെ ഒരുപാട് ഇഷ്ടമാണ്, നാമം ജപിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇതുകൊണ്ട് ആ ഗുരുവായൂർ പോയി തൊഴാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ കൂടെ ഗുരുവായൂർക്കൊക്കെ പോയിരുന്നു. അങ്ങനെ ഗുരുവായൂർക്ക് പോയി ആ ഗുരുവായൂരപ്പനുള്ള ഭക്തി കൂടി വന്നു. അപ്പോൾ ഈ വേദാർഹനായിട്ടുള്ള പണ്ഡിതനല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊന്നും അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് മഹാത്മാക്കൾ പറഞ്ഞ് അറിഞ്ഞതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഹരേ രാമ ഹരേ രാമ രാധേശ്യാം. അപ്പം അങ്ങനെ അദ്ദേഹം അവിടെ ഗുരുവായൂർ പോയി അപ്പോഴാണ് ഭാഗവതമൊക്കെ വായിക്കണത് കേൾക്കാൻ. സംസ്കൃതത്തിലാണെന്ന് പാരായണം അങ്ങനെ പറയുന്നുള്ളൂ. അതുപോലെ കഥ പറയണമൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ ഭാഗവതം കേട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഭാഗവത കഥകൾ ഹൃദ്യമായി എന്നാണ് പറയണത്. സത്യമായിട്ടും സംസ്കൃതം പഠിക്കണമെന്നൊന്നുമില്ല. ഭാഗവതം ധാരാളം കേട്ടാൽ തന്നെ ആ ഭഗവാന്റെ കഥകൾ മനസ്സിലാവും സാധാരണക്കാർക്ക് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം തന്നെയാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് ഭാഗവതം എന്താണെന്നൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഈ അടുത്ത കാലത്താണ് ഞാൻ കൃഷ്ണൻ്റെ കഥകൾ അറിയാം, ഭാഗവതത്തിലെ കഥകളും അറിയാം. പക്ഷെ അത് ഭാഗവതം എന്നുള്ള പുസ്തകത്തിലാണ് എനിക്ക് നിശ്ചയം ഉണ്ടായില്ല. ഭാഗവത സപ്താഹ യജ്ഞം എന്താണെന്നും എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഇവിടെ അടുത്ത് ഈ ആലപ്പുഴയിൽ നിന്നൊരു അമ്മ കോഴിക്കോട് വന്നു. അവരുടെ വാക്കുകളിലൂടെയാണ് സപ്താഹം എന്താണ്, ഭാഗവതം എന്താണെന്നൊക്കെ കേട്ട് മനസ്സിലായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഓരോന്നിനും സമയമാവുമ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അതാണ്. അവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം, ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയുടെ, അതാണ് ആദ്യമായിട്ട് കേട്ട സപ്താഹ യജ്ഞം. അത് പൂർണ്ണമായിട്ടും കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കാരണം അന്ന് എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു പരീക്ഷയായിരുന്നു. കാലത്ത് 6 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിക്ക് വരില്ല. അപ്പോൾ 6 മണിയുടെ ട്രെയിനിന് പോകണം, 6 മണിയുടെ ട്രെയിനിന് വരില്ല. അപ്പോൾ പോകുമ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ വന്നിരിക്കും, പിന്നെ ആ ട്രെയിനിന് വന്ന് തിരിച്ചു വരണവരെ അവിടെ ഇരിക്കും. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും കേൾക്കാൻ സാധിച്ചു. അത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. അത് കഴിഞ്ഞ് പിന്നെ ഗുരുവായൂർ പോയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു 5 ദിവസത്തെ ഒരു ഭജനയ്ക്ക് പോയതാണ്. ആ സമയത്ത് കേട്ടത് തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ സപ്താഹം. അതും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പരമകാരുണ്യം. കാരണം അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അടുത്തു നിന്നൊക്കെ ആ ഭാഗവതം കേൾക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അപ്പോൾ അവിടെ സപ്താഹം കേട്ടിരിക്കുമ്പോൾ അന്ന് ഗ്രന്ഥമൊന്നും കയ്യിലില്ല, ഭാഗവത പുസ്തകമൊന്നുമില്ല. 2ാമത്തെ തവണ പോകുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു മുത്തച്ഛൻ ഇരിക്കുന്നുണ്ട്. താടിയൊക്കെ നീട്ടി വളർത്തിയെടുത്ത് ഓർത്തുമുടി ചുറ്റി കണ്ടാൽ ഇങ്ങനെ ഒരു ഇതില്ലാത്ത ഒരു താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഇദ്ദേഹം ഈ ഭാഗവതം അവിടെ പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് കരയും. അപ്പോൾ പിന്നെ ഇങ്ങനെ ആസ്വദിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം കണ്ടപ്പോൾ ഞാൻ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിരുന്നു. സുഖമില്ലാത്ത ആളാണെന്ന് തോന്നി, എനിക്കറിയില്ല. അപ്പം ഞാൻ വെച്ചിട്ട് അത്ര സുഖമില്ലാത്ത അങ്ങനെ നീങ്ങിയിരുന്ന എൻ്റെ അനുഭവം തന്നെയാണ് പറയണത്. അത് കഴിഞ്ഞ് ഇപ്പോൾ കഥ പറയൂലോ മലയാളത്തിൽ. ആദ്യമൊക്കെ ഭാഗവത പാരായണം കഴിഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഇടയിൽ കഥ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം എന്തിനാണ് ചിരിച്ചത്,
എന്തിനാണ് ആനന്ദം കൊണ്ടുള്ള കണ്ണുനീരായിരുന്നു, ഇദ്ദേഹം ചിരിച്ചത് എന്തിനായിരുന്നു എന്നൊക്കെ. അത്ഭുത ഈശ്വര, ഇതിങ്ങനെ കേട്ട ഉടനെ ഈ ഭാഗവതം ഈ സംസ്കൃതമൊക്കെ മനസ്സിലാക്കാൻ പറ്റുക എത്ര കാലം വേണ്ടി വരും ഈശ്വര എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അധികമൊന്നും ഭാഗവതം കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ പറ്റണ പോലെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കൊതി കൊണ്ട് ഒരു തവണ അറിയാലോ, ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്, ആ കൊതിപ്പിച്ച് 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 കൂടെ ചേർക്കും. അങ്ങനെ ഭാഗവത സപ്താഹമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കേൾക്കാൻ പോയപ്പോൾ ഇപ്പം എവിടെയെങ്കിലും ഇങ്ങനെ സപ്താഹം പാരായണം ചെയ്യുമ്പോൾ ആ ഭാഗങ്ങൾ എന്താണ്, എനിക്ക് സംസ്കൃതം ഒട്ടും അറിയില്ല കേട്ടോ, സംസ്കൃതേ അറിയില്ല. പക്ഷേ ആ ഭാഗവതത്തിലെ കഥകൾ ആ ഭാഗം വായിക്കുമ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ കൊതിയോട് കൂടിയിട്ട് കഥ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില സപ്താഹം കേൾക്കാൻ ചെല്ലുമ്പോൾ എന്നെ അറിയണ ആചാര്യന്മാരവിടെ ഉണ്ടെങ്കിൽ കൃഷ്ണ കഥകൾ പറഞ്ഞോളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ പറയണത് സംസ്കൃതം അറിഞ്ഞിട്ടൊന്നുമല്ല, ഉള്ളിൽ ആ ഭഗവാന്റെ കാരുണ്യം എന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സംസ്കൃതം അറിയണമെന്നൊന്നുമില്ല, ഈ ഭഗവാനോടൊരു കൊതി ഉണ്ടായാൽ നമ്മുടെ ഉള്ളിൽ അത് നിറഞ്ഞു വരുന്നത് സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ളൊരു പൂന്താനമുത്തച്ഛനെ പോലെയുള്ളൊരു മഹാത്മാവിൻ്റെ ഉള്ളിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അദ്ദേഹം കഥകൾ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭാഗവതം കഥയായിട്ട് പറയാൻ തുടങ്ങിയിത്രേ. അത് കേൾക്കാൻ കഥയായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കഥകൾ പറയും. അപ്പോൾ വാത്സല്യത്തോട് കൂടിയിട്ട് പലരും ഭാഗവതത്തെ നല്ലോണം അനുഭവിച്ചറിയുന്നവർ തമ്മിൽ വലിപ്പ വ്യത്യാസമൊന്നും തോന്നില്ല. ഞാൻ ഭാഗവതം വായിക്കുന്ന അയാൾ വേദാർഹനല്ല അങ്ങനെയൊന്നും തോന്നില്ല. കാരണം ഗുരുവായൂരപ്പനോടുള്ളൊരു ഇഷ്ടം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാണ് പൂന്താനമുത്തച്ഛൻ കഥ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളിച്ചിരുത്തി കഥ പറയും. പക്ഷെ ചിലവർക്ക് പണ്ഡിത ശ്രേഷ്ഠന്മാരായ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ ഭാഗവതം വായിക്കുമ്പോൾ കേൾക്കാൻ ഇരിക്കുന്നേക്കാളും കൂടുതൽ ആൾക്കാർ ഇദ്ദേഹം കഥ പറയുമ്പോൾ കേൾക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇദ്ദേഹത്തിനെ പരിഹസിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ആ ഒരു പരിഹാസം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന് പരിഹാസമൊന്നും ഇദ്ദേഹം വില വച്ചില്ല. കാരണം ഇദ്ദേഹത്തിന് ഭഗവാന്റെ കഥകൾ പറയാനുള്ള കൊതി, ആ ഭക്തിയാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ആ കഥകൾ പറഞ്ഞ് ഒരിക്കൽ കഥ പറഞ്ഞത് രുക്മിണി സ്വയംവരം കഥയാണ് പറഞ്ഞത്. അപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രുക്മിണി ഒരു ദിവസം രുക്മിണിക്ക് വേണ്ടിയിട്ട് കൃഷ്ണനെ വിവാഹം ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സഹോദരൻ സമ്മതിച്ചില്ല. ശിശുപാലന് വേണ്ടി ആലോചിച്ചു. രുക്മിണി ഇന്ന് കരയണ സമയത്ത് അവിടേക്ക് ഒരു ബ്രാഹ്മണൻ കടന്നു വന്നു അത്രേ. അപ്പോൾ ഈ ബ്രാഹ്മണൻ വന്നപ്പോൾ ചോദിച്ചു എന്തിനാണ്. അദ്ദേഹത്തിന് വേണ്ട ഉപചാരമൊക്കെ ചെയ്തു കൊടുത്തു, കാലൊക്കെ കഴിക്കണ്ടേ. പക്ഷെ കാല് കഴിക്കുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങനെ വീണതിൻ്റെ കൂടെ കുറേശ്ശെ ചൂടുണ്ട് ഈ വെള്ളത്തിനെന്ന് തോന്നുക. നോക്കിയപ്പോൾ കണ്ണുനീരോണ്ടാണ് കാല് കഴിക്കണേ, അത്രയും സങ്കടം. അപ്പോൾ എന്താണ് ദുഃഖം എന്ന് ചോദിച്ചു. ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഒരു സാരമില്ല, എന്ന് പരിഹാരം ഉണ്ടാക്കാം, ഞാൻ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് വിവരം പറയാമെന്ന് പറഞ്ഞു. അപ്പം രുക്മിണി ദേവി ഒരു ഓല എടുത്തിട്ട് അതിൽ ഒരു കത്ത് എഴുതി കൊടുത്തു അത്രേ. അത് 7 ശ്ലോകങ്ങൾ എഴുതി കൊടുത്തയച്ചു, കത്ത് എഴുതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കത്ത് എഴുതി കൊടുത്തയച്ചു എന്ന് ഭാഗവതത്തിൽ ആ ശ്ലോകങ്ങളിൽ പറയണില്ലല്ലോ. അപ്പോൾ ഈ പണ്ഡിതന്മാർ ഇദ്ദേഹത്തിനെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ട് പൂന്താനമുത്തച്ഛനോട് ചോദിക്കുകയാണ്, അല്ല കത്തെഴുതി എന്നുള്ള അത് ഏത് ശ്ലോകത്തിലാണ് പറയണേ, അതൊന്ന് ചൊല്ലിയിട്ട് വിസ്തരിച്ച് പറയൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സംസ്കൃതം അറിയില്ല എന്ന് അവർക്കറിയാം. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പറയാൻ വിഷണ്ണനായിട്ടിരിക്കുക, ഇദ്ദേഹത്തിനെ എവിടെ കിട്ടുക. അപ്പോൾ ശ്രീലകത്തുനിന്ന് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ചോദിച്ചു അത്രേ, അല്ല കത്ത് എഴുതി കൊടുത്തിട്ടില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറയണേ, നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? എനിക്ക് കത്ത് കൊണ്ടുവന്ന് തന്നു എന്ന് ഭഗവാൻ തന്നെ അവർക്ക് മറുപടി കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിനെ അങ്ങനെ പരിഹസിക്കാൻ മറ്റുള്ളവർ മുതിർന്നിട്ടില്ല. അദ്ദേഹം ഭാഗവതവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. അത്രയും ഭക്തോത്തമനായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു ദുഃഖം ഉണ്ടായി അല്ലേ, ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണി അദ്ദേഹത്തിനെ വിട്ടുപോയി. 28-ാം ദിവസം
അങ്ങനെ പറയണു. അപ്പോൾ വിട്ടുപോയ ഒരവസ്ഥ നമ്മളൊക്കെ ആയാൽ എന്തുണ്ടാവും? നമ്മളൊക്കെ ആയാൽ എന്താ ഉണ്ടാവുക? നമ്മൾ പറയും, ഇത്രയും കാലം ഭജിച്ചിട്ട്, ഇത്ര നാമം ജപിച്ചിട്ട്, ഇത്ര ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെയല്ലേ ഗുരുവായൂരപ്പ ചെയ്തത്, മതി, ഇനി ഞാനൊന്നും പറയാനും ഇല്ല കേൾക്കാനും ഇല്ല. ആ ഭഗവാനെയാണ് നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക അല്ലേ? പക്ഷേ മുത്തച്ഛൻ അങ്ങനെയല്ല. മുത്തച്ഛനൊരു സത്യം മനസ്സിലാക്കി. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിവില്ല, ഇന്നിക്കണ്ട തടിക്കൂ വിനാശവും, ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. ആ സത്യമാണ് അദ്ദേഹം മനസ്സിലാക്കി. ശരി, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ എൻ്റെ 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 ഒന്നും പിടിച്ചു വെച്ചാൽ ഇതൊന്നും എൻ്റെ അല്ല. ആകെ കൂടി ആരേ ഉള്ളൂ സ്വന്തമായിട്ട്? ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. ആ സത്യം മനസ്സിലാക്കി അദ്ദേഹം കൂടുതൽ ഗുരുവായൂരപ്പനോട് കൂടുതലും 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 അടുക്കുകയാണ് ചെയ്യണത്. ധാരാളം നാമങ്ങൾ ജപിക്കാനും ആ ഗുരുവായൂരപ്പനെ ഉപാസിക്കാനുള്ള അവസരങ്ങളെ കൂടുതൽ 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 വിനിയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സത്യത്തിൻ്റെ തിരിച്ചറിവ് സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് എത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ജ്ഞാനപ്പാന രചിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ്, കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞത് എന്താണ്? നാമം ജപിച്ചാൽ മാത്രമേ നമുക്ക് ഈ മറ്റേ എല്ലാത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ആ നാമസങ്കീർത്തനത്തിനപ്പുറം വേറെ ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത്, നാമം ജപിക്കാൻ തോന്നണേ ഗുരുവായൂരപ്പ, എൻ്റെ ആ മനുഷ്യജന്മം ഇനി അല്ലേ? നമ്മളൊക്കെ പറയണ്ടേ, പ്രധാനമന്ത്രി എന്താണ്ടായേ? ഉടലോടുകൂടി സ്വർഗത്തിൽ പോയി മരിച്ചിട്ടില്ല. നമ്മളൊക്കെ ആണ് ചത്തുപോകുന്നു, നമ്മളൊക്കെ ചത്തുപോവുകയാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ 15 ദിവസമൊക്കെ വേണമെങ്കിൽ 5 ദിവസമൊന്നും ഇല്ല. ഇപ്പോൾ എപ്പോഴും എത്ര പെട്ടെന്നാ പറ്റിയാൽ അത്രയും മക്കളെ ഓർക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് വരെ ആണ്ട് ശ്രാദ്ധമൊക്കെ ആകുമ്പോൾ ഓർത്തു, ആ ഒരു ആണ്ട് ശ്രാദ്ധം കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി സമർപ്പിച്ച് കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇല്ല. പിന്നെ ഇപ്പം അതും ഇല്ല. അപ്പോൾ 16 ദിവസം തന്നെ സമർപ്പിക്കാൻ തോന്നുന്നുണ്ട്. ആരാ ഓർക്കണേ? ആരും ഓർക്കണില്ല. പക്ഷേ 600 വർഷം മുമ്പ് ജനിച്ച പൂന്താനമുത്തശ്ശൻ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലൂടെ ജീവിക്കുന്നു. അതാണ് അമരത്വം എന്ന് പറയണത്. ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നമ്മളിലൊരാളായിട്ട്, നമ്മുടെ സ്വന്തമായിട്ട്. നമ്മുടെ മുത്തച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മുടെ അടുത്ത് അവിടെ ഉണ്ട്, അപ്പോഴും നമ്മുടെ കൂടെയുള്ള പോലെ നമുക്ക് അനുഭവമാവണം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അത്. ഏതൊരു ഘട്ടത്തിലും ഏതൊരു ഭാവത്തിലും ആ ഈശ്വരനെ ഉപേക്ഷിക്കാതെ കണ്ട് ഈശ്വരനിൽ ചേർന്ന് നിന്നു. ഇതൊക്കെ വരികയും പോവുകയും ചെയ്യും. ദുരിതങ്ങൾ, കർമ്മ പ്രാരാബ്ധങ്ങളാണ് ഇതൊക്കെ. പൂർവജന്മാർജിത കർമ്മങ്ങളാണ് ഇത് മുഴുവൻ. അതല്ലേ മുജ്ജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചൻ, നിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമം നാരായണ ജയ. ആ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ നമുക്ക് അങ്ങനെ സമർപ്പിക്കാനായിട്ട് ഇത് പാടാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കർമ്മം പോലും സമർപ്പിക്കണില്ല. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കും, എന്തായി പറഞ്ഞത് ശരിയായോ ഞാൻ പറഞ്ഞത്? അപ്പോഴും ഇവിടെ അതാണ്, അതുപോലും സമർപ്പിക്കണില്ല. ഗുരുവായൂരപ്പനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്, ഗുരുവായൂരപ്പനാണ് പറയിപ്പിക്കണത് എന്ന് പറയുന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്താ ചോദിക്കുക? അതെ ശരിയായോ, നന്നായോ, ഇഷ്ടമായോ, ഞാൻ പറഞ്ഞത് ശരിയായോ? എവിടെയാ സമർപ്പിക്കണേ? നമ്മൾ സമർപ്പിക്കണമൊന്നുമില്ല. ആ സമർപ്പിക്കാനുള്ളൊരു ആ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറേ ധാരാളം സഞ്ചരിക്കാണ്ട്. നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ആ പിച്ച വെച്ച് ഇങ്ങനെ ഒറ്റടി വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടോ? നമ്മൾ വീഴാണ്ടിരിക്കുന്നത് നമ്മുടെ അച്ഛനമ്മയും നമ്മളെ കാക്കണോണ്ടാണ്. വിശ്വമാതാവു ഭൂമി നമുക്കെല്ലാം വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വധാത്രീ ചരാചര മാതാവും. അവർ രണ്ടാളും നമ്മളെ കാക്കണോണ്ടാണ് നമ്മളിങ്ങനെ പോണത്. നമ്മുടെ ഒരാളുടെയും ഒരു കഴിവും ഇല്ല അതിനൊന്നും. അപ്പം അതുകൊണ്ട്
ആ ഒരു ഭാവം നമുക്ക് പാടുമ്പോഴൊക്കെ കർമ്മം അവിടെ സമർപ്പിക്കാമെന്നൊക്കെ പറയുന്നുള്ളൂ. നമ്മളാരും അങ്ങനെ സമർപ്പിക്കണില്ല. അതിന് ഒക്കെ സമർപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഈ സത്യത്തിനെ മനസ്സിലാക്കാൻ സാധിക്കണം. ഈ സത്യത്തിനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ അഹന്താമമതകളൊക്കെ നമ്മളെ വിട്ടുപോകണം. ഈ അഹന്താമമതകളൊക്കെ വിട്ടുപോകണമെങ്കിൽ നമുക്ക് ഈശ്വരനോട് പ്രേമം ഉണ്ടാവണം. ഈശ്വരനോട് പ്രേമം ഉണ്ടാവണമെങ്കിൽ നാമം ജപിക്കണം. അതുകൊണ്ടാണ് പൂന്താനമുത്തച്ഛൻ പറയുന്നത് നാമം ജപിക്കാനായിട്ട് സാധിക്കണേന്ന് പറയണത്. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിവില്ല, ഇനി കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഇപ്പൊ അവിടെ ഇരുന്ന് കണ്ട ആളെ കുറച്ച് കഴിയുമ്പോൾ കാണില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഓരോരോരോ ജീവന്മാരായിട്ട്, അല്ലേ? എല്ലാവരും മനുഷ്യരാണ് നമ്മൾ. പക്ഷെ എല്ലാവരും ഒരുപോലെയാണോ? എല്ലാവരുടെ ചിന്തകൾ ഒരുപോലെയാണോ? എല്ലാവരുടെ സ്വഭാവം ഒരുപോലെയാണോ? അല്ല, ഒക്കെ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളുടെയൊക്കെ ഓരോരുത്തരെയും കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളെ ഓരോരോ രൂപത്തിൽ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഓരോ ശരീരവും എടുത്തിട്ട് ഇന്ന കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കണം എന്നുള്ളതുണ്ട്. അതിൻ്റെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം അപ്പം വിട്ടു പോവുകയാണ്. അതിപ്പോൾ എത്ര വരെ ഉണ്ടാവും, എത്ര കുറവുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് ഇതൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. ആ ലോട്ടറിക്കാരൻ്റെ ഒരു കഥ പറഞ്ഞ പോലെ ഒരാൾ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അത് കയ്യെ പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഒരു ധർമ്മക്കാരൻ വന്നിട്ട് കുറേ തരൂ എന്ന് പറഞ്ഞ് ശല്യം ചെയ്തപ്പോൾ ഇത് ഒഴിഞ്ഞ് പൊട്ടിച്ചിട്ട് എൻ്റെ അതിലൊന്നുമില്ല, അതെടുത്തോളം ഞാൻ ലോട്ടറി ടിക്കറ്റ് അദ്ദേഹത്തിന് കൊടുത്തു. ആള് വന്ന ബസ്സിൽ കയറി പോവുകയും ചെയ്തു. ആ ലോട്ടറിക്കാണ് എത്ര പൈസ അടിച്ചത്. അപ്പോൾ ആ എടുത്തത് ഒരാളെ കിട്ടിയത് വേറൊരാൾക്ക്. അത് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ലല്ലോ ചെയ്തത്. അതാ പറഞ്ഞേ, ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് അനുഭവ യോഗം ഉണ്ടോ, അനുഭവിക്കാൻ പറ്റും. അതെല്ലാം നമ്മുടെ അതിൽ വന്നു ചേർന്നു. അനുഭവ യോഗം ഇല്ലേ? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. എന്തിനാ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? അരച്ചാൻ വയറിന് വേണ്ടിയിട്ട്. അതാണ് ഉത്തരം. എന്നിട്ട് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കണുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് രാവും പകലും ഇല്ലാണ്ട് ഊണും ഉറപ്പ് വെച്ച് കഷ്ടപ്പെടുക തന്നെ. അത് കഴിഞ്ഞ് വരുന്നതിൻ്റെ ഭാഗം കൂടി ഇതിലാണ്. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 അത് പറഞ്ഞിങ്ങനെ നേടി ബാങ്കിൽ ഇട്ടിട്ട് മാളികയുടെ മുകളിലൊക്കെ കയറി ഇരിക്കുന്ന സമയത്താവും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അത് ആ തല ചുറ്റി വീണു. ആശുപത്രിയിൽ കൊണ്ടുപോയി. പ്രഷർ അത് കഴിക്കാൻ പാടില്ല, ഷുഗർ ഇത് കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ അത് കഴിക്കാൻ പാടില്ല, കിഡ്നി പിന്നെ ഇല്ലാത്ത അസുഖം. ഈ ഭക്ഷണം ശരീരമാണെങ്കിലും ആ ശരീരത്തിന് അത് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ്. ഭഗവാൻ യജ്ഞബുക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിന് വേണ്ട നേരത്തൊക്കെ ആ നൈവേദ്യം നേരത്തെ സമർപ്പിക്കണം. അപ്പം യോഗീശ്വരന്മാരൊന്നും ഭക്ഷണം കഴിക്കാണ്ടിരിക്കണമെന്ന് വെച്ചാൽ അവർ കഴിക്കുന്നുണ്ട്. അവർ ശരീരത്തെ പോഷിപ്പിക്കുന്ന ഭക്ഷണമല്ല. ആ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈശ്വരന് സമർപ്പിക്കേണ്ടത്. നമ്മളൊരിക്കലും ശരീരബോധം വിട്ടവരല്ല. അപ്പം അതുകൊണ്ട് ആ യജ്ഞബുക്കായ ഭഗവാന് അന്നപ്രസാദം നൽകണമെന്നുള്ള രീതിയിൽ വേണ്ടതുപോലെ നോക്കണം. അതൊന്നും നോക്കാതെ കണ്ട് ധനം സമ്പാദിച്ച് വന്നു, രോഗങ്ങൾ വന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ ഒരാഴ്ച ആശുപത്രിയിൽ കിടന്നുള്ളൂ. അത് മുഴുവനും കഴിഞ്ഞു. പിന്നെ കടം മേടിക്കാറായി. മാളിക മുകളേറിയ മന്നന്റെ
തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്ന സത്യങ്ങളാണ്. ഇതൊക്കെ ആര്? മുത്തച്ഛൻ ദാ എല്ലാം മുന്നിൽ കണ്ട് എഴുതി വെച്ച് തന്നു. നമ്മൾ എന്നും ഈ ജ്ഞാനപ്പാനയൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അത് കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. കണ്ടത് കണ്ടാൽ ചിലർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും ആസ്വദിച്ചൊക്കെ ചിലവർക്ക് അത് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ അല്ലേ? അത് മനസ്സിലാക്കാൻ വേണ്ടി പല ഭാവത്തില് പല രൂപത്തിൽ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ച് പേര് എന്നും ആ കൊറോണയ്ക്ക് സ്തുതി ചൊല്ലണവരാണ്. കാരണം അപ്പോഴാണത്ര അവർക്കൊക്കെ കൂടുതൽ ഈശ്വരനെ അറിയാൻ, നാമം ജപിക്കാൻ സാധിച്ചത്. കാരണം എവിടെയും പോകാൻ പറ്റില്ലല്ലോ. ഒരു മുറിയുടെ ഉള്ളിൽ അടച്ചിട്ടിട്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നിവർത്തിയില്ല. അപ്പോൾ ഓരോരുത്തർ എന്തൊക്കെയോ യൂട്യൂബിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ആ ഗുരുവായൂരപ്പൻ ഇടയിൽ വന്ന് നിന്നു. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ ഇതൊക്കെ തരികയാണോ? എന്നെ ഒന്ന് കണ്ടുകൂടെയെന്ന് പറഞ്ഞാൽ ഏതോ ഭാവത്തിലെ രൂപത്തിൽ അപ്പതാ സുന്ദരമായ കഥകൾ, കൃഷ്ണൻ്റെ കഥകൾ പറയണു, ഭാഗവത കഥകൾ കേൾക്കണു, നാമജപങ്ങൾ കേൾക്കണു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മനസ്സ് തിരിഞ്ഞു. വേറെ എവിടെയും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അതിലങ്ങോട്ട് ലയിച്ച് ഇനി ഈ ഭഗവാനെ കൈവിടില്ല എന്ന് ഉറപ്പിച്ച് ഇരുന്നു. അത് കഴിഞ്ഞു. ഈ വന്ന മഹാമാരി മാറിപ്പോയതോടുകൂടി നമ്മുടെ മനസ്സും മാറി. നമ്മൾ വീണ്ടും പണ്ടത്തെ പോലെ തന്നെയായി. എങ്കിലും അനുഭവിച്ചത് ഉള്ളിൽ കിടക്കൂട്ടോ. ഒരു വിത്ത് ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ പൊട്ടി മുളയ്ക്കുന്ന പോലെ കുറച്ചെങ്കിലും ഉള്ളിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം അത് ആത്മാ ആനന്ദമാണ്. അതിനെയാണ് നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആനന്ദമാണ്. അത് ചിലവർ പല വിധത്തിൽ പലതും ചെയ്ത് നോക്കുകയാണ്. അത് കഴിച്ച ആനന്ദം ഉണ്ടാവോ, ഇത് ചെയ്ത ആനന്ദം ഉണ്ടാവോ. കുറേ ചിലവർക്ക് കൃഷി ചെയ്തിട്ട് നോക്കും, ചിലവർ ഇതാ ഓരോന്നിനെ വളർത്തിയിട്ട് നോക്കും, ചിലവർ കുറേ ഭക്ഷണം കഴിച്ച് നോക്കും. അങ്ങനെ പല വിധത്തിൽ ഇത് ശരിയാവോ എന്ന് നോക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അന്ന് അനുഭവിച്ച ആനന്ദമാണ് എനിക്ക് വേണ്ടതെന്ന് എപ്പോഴെങ്കിലും കണ്ടാലൊട്ടറിയുന്നു ചിലരിതു. അങ്ങനെ അറിയണവർ പിന്നെ ഭഗവാനെ കൈവിടില്ല, ഈശ്വരനാമങ്ങൾ കൈവിടില്ല. ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് കൈവിടാൻ തോന്നുക? ഇത്രയും പ്രേമസ്വരൂപനായിട്ട്, കാരുണ്യമൂർത്തിയായിട്ട്, എല്ലാവരുടെയും ഹൃദയേശ്വരനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയാണ്, നമ്മുടെ ഉള്ളിലാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഗുരുവായൂരപ്പനെ നമുക്ക് കൈവിടാനായിട്ട് സാധിക്കുക? അപ്പോൾ ആ ഒരു ഈശ്വര പ്രേമം കൂടുമ്പോഴാണ് പലതും ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച പലതും സത്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അത് പറയണോ? അത് പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയണ്ട അല്ലേ? മനോജാതിയിൽ തന്നെ പലവിധം മനസ്സിനോ വിശേഷമുണ്ടോർക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല വിധത്തിലുള്ള മനുഷ്യന്മാരല്ലേ? അപ്പം പല വിധത്തിലല്ലേ? അപ്പം ആ ഓരോ മനുഷ്യൻ്റെയും സ്വഭാവ വിശേഷങ്ങൾ മാറി മാറിയിരിക്കുക. എന്തുകൊണ്ട്? ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ ജന്മവും കിട്ടുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാലും ഒരാളെ പോലെ ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പലർക്കും അറിയണമെന്നിട്ട് പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. പല വിധത്തിൽ ശാസ്ത്രങ്ങൾ നമ്മളെ പറയണം. ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മഹാദേവനെയാണോ ഇഷ്ടമോ ആയിക്കോട്ടെ, മഹാദേവൻ്റെ കാര്യങ്ങൾ. അല്ല ഭഗവതി അമ്മയാണോ ഇഷ്ടം, ശരി ഭഗവതി അമ്മയായിട്ട്. എന്നാൽ അല്ല എനിക്ക് വിഷ്ണു ഭഗവാനെയാണ് ഇഷ്ടം, ആയിക്കോട്ടെ അങ്ങനെ ആവട്ടെ. ഇതൊന്നും അല്ലാട്ടോ ഗണപതിയാണ് ഇഷ്ടം, എന്നാവട്ടെ അല്ലേ? ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഒന്നു മിഴി പൂട്ടി കൈകൂപ്പി നിന്നാൽ നടവരനാമെൻ്റെ കൃഷ്ണൻ
ചേരിലണിയുന്നു പല പല വേഷം. മയിലിനെ വാഹനമാക്കി കയ്യിൽ മരതക മണിവേലുമേന്തി മുരുകനായി ചിരി തൂകി നിൽക്കും. മുന്നിൽ ചില നേരം അമ്പാടിക്കണ്ണൻ. വില്ലും ശരങ്ങളും കണ്ഠത്തിൽ മണിമാല ചാർത്തി കയ്യിൽ വില്ലും ശരങ്ങളുമേന്തി മണികണ്ഠ സ്വാമിയായി നിൽക്കും. മുന്നിൽ ചില നേരം അമ്പാടിക്കണ്ണൻ. പല പൊഴുതടയവിൽ തിന്ന് പശി തീർന്നില്ലെന്നു പിണങ്ങും. ഉണ്ണി ഗണേശനായി നിൽക്കും. മുന്നിൽ ചില നേരം അമ്പാടിക്കണ്ണൻ. അറിയുന്നു ഞാനെൻ്റെ കൃഷ്ണ എല്ലാം അവിടുത്തെ കമനീയ രൂപം. ഭക്തന്റെ ചിത്തം കവരാൻ കണ്ണൻ കണ്ടു പിടിച്ചോരു സൂത്രം. എല്ലാം ഗുരുവായൂരപ്പൻ്റെ സൂത്രമാണ്. ഈ ഒരു കുപ്പായിട്ടിട്ട് നമ്മുടെ കുട്ടികളെ നോക്കി നോക്കൂ. ഒരു കുപ്പായിട്ടിട്ട് വന്നു, ഇത് നല്ല ഭംഗിയുണ്ടോ? അടുത്ത കുപ്പായിട്ടിട്ട് വന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ. ദേവനായിട്ടും ദേവിയായിട്ടും അച്ഛനായിട്ടും അല്ലെങ്കിൽ പിന്നെ ആ ഗോപികമാരെന്താ വിളിച്ചേ? കാത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമ. അപ്പം ആര് വന്നു നിന്നു? ഗുരുവായൂരപ്പൻ അവിടെ കൊള്ളും വിളിച്ച് വന്നു നിന്നു. അങ്ങനെ ആളാണല്ലോ ചിലയൊക്കെ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി ആ ദേഹബോധം ഉപേക്ഷിച്ച് ആ ഗോപികമാരെ പരമപവിത്രകളാക്കി തീർത്തത്. അപ്പം എല്ലാം ഭഗവാൻ തന്നെയാണ്. ആരെ വിളിച്ചാലും ഗുരുവായൂരപ്പൻ ഓടി വരുന്നുണ്ട്. ആ ഒരു സത്യമാണ് അത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏതാണോ ഇഷ്ടം അതുകൊണ്ട് പല 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 വിധത്തിലുള്ള പറയുന്നുണ്ട്. ഓരോന്നും സംഖ്യശാസ്ത്രങ്ങള് കർമ്മശാസ്ത്രങ്ങള് തുടങ്ങിയിട്ട് പലതും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും പിന്നെതാ അതിലും എളുപ്പമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇത് അവിടെ ആ മുത്തശ്ശൻ പറഞ്ഞു തരുന്നത്. അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതൂ കേൾപ്പിനെല്ലാവരും. മുത്തശ്ശൻ പറയാ ഇതൊക്കെ പഠിച്ചിട്ട് എപ്പോഴാ എന്ന് ചോദിക്കാൻ വിഷമിക്കണ്ട. അതിനും പറ്റിയ മാർഗങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാ മതി എന്ന് പറയുന്നു. ഹരേ രാമ ഹരേ രാമ രാധേശ്യാം. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുന്നിനായി മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നിനും ഒന്നു ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്കും ഒന്നുകൊണ്ട് അറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ഈ സർവപ്രപഞ്ചത്തിനും ഉള്ളിലെ നമ്മൾ സ്കൂളിൽ പഠിക്കണ്ടേ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദദീപം കൊളുത്തി
പരമാണുപൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊന്നും നമുക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞില്ല. പക്ഷെ വേണ്ട, അർത്ഥം അറിയാണ്ട് അന്ന് പാടിയത് ഇന്നതാ ഭഗവാൻ പറഞ്ഞു തരുന്നു അല്ലേ. നമുക്ക് എന്താ അറിയണു അല്ലേ? അഖിലാണ്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു മണ്ഡലമായിരുന്നു. ഇപ്പോഴല്ലേ നമുക്ക് തോന്നണേ ഈ സർവപ്രപഞ്ചവുമാണ്. അതിനുള്ളിൽ ആനന്ദത്തിൻ്റെ ദീപമാണ്. ആ പരമാനന്ദം നിറച്ചുകൊണ്ട്, എങ്ങനെയാ പരമാനന്ദം നിറയ്ക്കണത്? മനോഹരമായ വേണുഗാനത്തിലൂടെ സർവപ്രപഞ്ചത്തിലും ആ പരമാനന്ദത്തെ നിറച്ചുകൊണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലും സ്ഫുരണമായിട്ട് ഓരോരുത്തരുടെ ഉള്ളിലും ആ പ്രകാശമായിട്ട് മിന്നണത് ആ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കണമെന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ. ഇത് മുഴുവനും ആ ഒരു ജ്യോതിസ്വരൂപമാണ്. അത് ഒന്നിനോടും ചെന്ന് പറ്റണമില്ല, ഒന്നിനോടും ഒട്ടലില്ല, ഒന്നും അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നിൽക്കണു. അങ്ങനെ ഓരോരുത്തരും എങ്ങനെയാണോ ഇപ്പോൾ ശിവനായിട്ടായാലും വിഷ്ണു ആയിട്ടായാലും ബ്രഹ്മാവായിട്ടായാലും അങ്ങനെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഈശ്വരനെ ആശ്രയിക്കുന്നുണ്ടോ, ആ ആശ്രയം കൊണ്ട് നമുക്കിതാ മുന്നോട്ട് പോയി നമുക്കിതാ ഈശ്വരനിലേക്ക് എത്താനായിട്ട് സാധിക്കണു. എന്നാൽ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞതാ ഒന്നിനും ശ്രദ്ധിക്കാണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഈശ്വരന്റെ ആ തത്വം മനസ്സിലാവില്ല എന്ന് പുതാനമുത്തച്ഛൻ ഇവിടെ പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ പറയണു എങ്ങനെയാണ് കർമ്മങ്ങള് മൂന്ന് വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. പുണ്യകർമ്മങ്ങള്, പാപകർമ്മങ്ങള്, പിന്നെ പുണ്യവും പാപവും കൂടിയിട്ടുള്ള ആ മിശ്രമായിട്ടുള്ള കർമ്മങ്ങള്. അപ്പൊ ഇതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ആ ജന്മം ലഭിക്കുന്നത്. അവരവർ ചെയ്ത അപ്പോൾ പൂർവ്വജന്മത്തിൽ എത്രയോ സുഹൃതം ചെയ്തിട്ടുണ്ടാവണം നമ്മളെല്ലാവരും. അതുകൊണ്ടല്ലേ ഗുരുവായൂരപ്പൻ എന്നൊന്ന് പറയാൻ സാധിച്ചത്, നാരായണ എന്നൊന്ന് ജപിക്കാൻ സാധിക്കണത്, ഇതുപോലെ സത്സംഗത്തിലിരിക്കാൻ സാധിക്കണത്. എത്രയോ മഹാത്മാക്കളുടെ അനുഗ്രഹം നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ആ സുഹൃതങ്ങളെ കൊണ്ടാണ്. അപ്പോൾ പുണ്യങ്ങൾ നേടിയിട്ടുള്ളത് കൊണ്ട് ഉറപ്പാണ്, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല. ഈശ്വരൻ്റെ വഴിയിലൂടെ ആ വഴിവക്കിൽ എവിടെയെങ്കിലും നിൽക്കാനെങ്കിലും സാധിക്കണില്ലേ നമുക്ക്? അത് ആ ഭഗവാന്റെ പരമകാരുണ്യാണ്. പാപകർമ്മങ്ങൾ എന്ന് പറയണു നമുക്ക് അറിഞ്ഞിട്ട് ചെയ്യണതല്ല, അറിയാണ്ടും ചെയ്യാം. പാപകർമ്മങ്ങൾ എത്രയോ അല്ലേ. ഞാൻ അറിഞ്ഞിട്ടൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. ചോദിച്ചു, ഇന്നലെ അവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ വർത്തമാനം പറഞ്ഞത്? അതോ അപ്പുറത്തെ വീട്ടിൽ അവരുടെ കാര്യമില്ല, അത് പറയായിരുന്നു. അത് സത്യമാണോ നുണയാണോ എന്ന് പറയണ ആൾക്കും കേൾക്കണ ആൾക്കും അറിയില്ല. അവിടെ ഇരുന്ന് അത് പറഞ്ഞു. അത് പറഞ്ഞിട്ടേ അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു പറയായിരുന്നു. അത് പാപകർമ്മം തന്നെയാണ് നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നത്. അത് വേണ്ട. ഒരാളെ കണ്ടിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി, അതും പാപകർമ്മമായിട്ട് വരും. നമുക്കറിയാത്തതിനെ പറ്റിയിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനല്ലേ നമുക്ക് ചിന്തിക്കാനല്ലേ ഗുരുവായൂരപ്പനെ പറ്റി ചിന്തിച്ചാൽ പോരെ. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ സ്വയം നമ്മളിലേക്ക് ഓരോന്നും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, നമ്മളെപ്പോഴും വിചാരിക്കും, ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ, നമുക്കിത് കേൾക്കണ നേരം അവർ കേട്ടെങ്കിൽ നന്നായിരുന്നു, ഇവർ കേട്ടെങ്കിൽ നന്നായിരുന്നു. അവർക്ക് കേൾക്കാനുള്ളത് ഈശ്വരൻ അവരെ കേൾപ്പിച്ചോളും. ഇത് നമുക്ക് കേൾക്കാനുള്ളതാണ്. നമുക്ക് കേട്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ തിരുത്താനല്ല കേൾക്കേണ്ടത്. നമ്മൾ നമ്മളിലേക്ക് നോക്കുക, സ്വയം മനനം ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ തിരുത്താൻ സാധിക്കണം. നമ്മുടെ മനോമാലിന്യങ്ങളെ നീക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓരോന്നും ഈശ്വരൻ നമ്മളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നത്. എത്ര പേരുണ്ടായിക്കോട്ടെ, ഓരോന്നും കേൾക്കാൻ അർഹതപ്പെട്ടവർ മാത്രമേ അത് കേൾക്കുള്ളൂ. ഓരോരുത്തരും നമ്മൾ വിചാരിക്കും ധാരാളം പേര് കേൾക്കണം,
ധാരാളം പേര് അവർ കേൾക്കണം എന്നൊക്കെ വിചാരിച്ചാലും ഗുരുവായൂരപ്പൻ വിചാരിച്ചിട്ടുണ്ട് ആരൊക്കെ കേൾക്കണം ആരൊക്കെ കേൾക്കണ്ടെന്ന്. ആ കേൾക്കേണ്ട അടുത്തേക്ക് അത് എത്തിക്കും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേര് പറയുന്നത് എനിക്കുള്ള ഉത്തരാണെന്ന് പറയും. ശരിക്കും ഭഗവാൻ അവരെ കേൾപ്പിക്കണം, അവർക്കുള്ള ഉത്തരമായിക്കൊണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന പല കർമ്മങ്ങളും നമുക്ക് പാപങ്ങളായിട്ട് തീരും. ആ പാപം അത് നമ്മൾ ചെയ്യണമെന്നുള്ള ആ ഭാവത്തിൽ ചെയ്യുമ്പോൾ അത് നമുക്ക് ആ കർമ്മത്തിൻ്റെ ഫലങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കുക എന്ന് വെച്ചാൽ സ്വർഗത്തിലൊക്കെ പോയിരുന്ന് അനുഭവിക്കുന്നതൊക്കെ പുണ്യകർമ്മങ്ങളെ ഇത് പറയണു. ആ പുണ്യം നല്ലോണം നേടി സ്വർഗത്തിൽ പോയിട്ട് അനുഭവിക്കണം. ആ നേടിയത് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ഇതൊക്കെ ഇനി തുടർന്ന് വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ആ പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങൾ രണ്ടും കൂടിയിട്ടുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം കാണാല്ലേ, മഹാത്മാക്കളായവരുണ്ട്, എല്ലാം സന്ദേശിച്ചിട്ട് ഭഗവാന്റെ കഥ പറഞ്ഞ് നാമം ജപിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ആ ഒരു ഭാവം കിട്ടിയത് അവർ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ചിലവർ എത്ര ഉണ്ടായാലും ആ നന്മ ഒന്നും ചെയ്യില്ല, പാപങ്ങൾ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ളവരെ കാണാം. ചിലവരങ്ങനെയല്ല, ഇത് ഈശ്വര കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടം, കേൾക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാലും അവർക്ക് മറ്റിനോടുള്ള വാസന പോവില്ല. പുണ്യപാപങ്ങൾ മിശ്രമാങ്കർമ്മവും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജീവനും വന്ന് പെടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലായൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്ര ഭേദങ്ങൾ 2ൽ 4ഉം എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. പറയണു, സ്വർണം കൊണ്ടൊരു ചങ്ങല ഉണ്ടാക്കിയിട്ട് നമ്മളോട് പറയാ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ ഒരു സ്വർണ്ണക്കൂട്ടില് കൊണ്ടുവന്ന് വെക്കാം. നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും അങ്ങനെ ഇരിക്കണവരാണ് കേട്ടോ, അല്ലാന്ന് പറയണില്ല. നിങ്ങൾക്ക് വേണ്ട ആഹാരം, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ എത്തിച്ചു തരാം. എന്ത് വേണം എത്തിച്ചു തരാം. ഇപ്പം ആഗ്രഹിക്കുന്നതൊക്കെ എത്തിച്ചു തരാം. നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ആ ഒരു മുറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ആ മുറിയുടെ ഉള്ളിൽ കിട്ടും. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊക്കെ നമുക്ക് തോന്നും പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ ഇരുന്ന് നോക്കണ അച്ഛനമ്മമാരുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം. മക്കളൊക്കെ എവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ വീട്ടിൽ അവരെ ഒറ്റയ്ക്കാക്കി ഇട്ടിട്ട് അവർക്ക് ഇന്ന ഭക്ഷണം വേണം, ചായ വേണം എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് എന്താ പലഹാരം ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ എത്തിക്കാൻ ആൾക്കാരുണ്ട് അവിടെ. അവിടുന്ന് എങ്ങോട്ട് പോകാൻ പറ്റിയ, എനിക്ക് നടക്കാനും വയ്യ. പുറത്താണെങ്കിൽ ആരും അങ്ങോട്ട് കടക്കാണ്ടിരിക്കാന്ന് അറിയാൻ നായ്ക്കളെയും കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന അച്ഛനമ്മമാരോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് കടന്നിട്ടേ ആ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ബന്ധനം അല്ലേ? ബന്ധുരക്കാഞ്ചിത കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരില്ല. അപ്പം അങ്ങനെയാണ് ഈ ബന്ധനം. ആർക്കാണ്? നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമൊന്നല്ല, ബ്രഹ്മവാദിയായി ചായറുമ്പോളം അല്ലേ, എല്ലാവർക്കും ഉണ്ട്. ബ്രഹ്മവാദിയായി ചായ, ആ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള തൊട്ടിട്ട് ബ്രഹ്മവാദിയാം ഈ ചായറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും ആ ബ്രഹ്മാവ് മുതൽക്ക് ഈച്ച വരെയുള്ളവർക്ക് ആ കർമ്മങ്ങളുണ്ട്. ബ്രഹ്മാവാണെന്ന് വിചാരിച്ചാലൊന്നുമില്ല, അവർക്കുണ്ട്. അവർ നേടിയ ആ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ബ്രഹ്മാവായിട്ട് ഇരിക്കുന്നത് അല്ലേ? ഓരോ ക്വാളിഫിക്കേഷനാണല്ലോ അവിടെ കൊണ്ടുവന്നില്ല. അതിൻ്റെ കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി പോന്നു. അങ്ങനെയാണ് ഓരോന്നും. അപ്പോൾ ഓരോരുത്തരും അതുപോലെ ഓരോ ജീവന്മാരും ഇപ്പം ദിക്പാലകന്മാർ അങ്ങനെയുള്ള ഓരോരോ വീടുണ്ട്. ഓരോരുത്തരും ഇതുപോലെ അനുസരിച്ചിട്ട് ഓരോ ദിക്കില് അതൊക്കെ ഒരു തരം ബന്ധനം തന്നെയാണ് എന്ന് പറയണു. അല്പകർമ്മികളാകിയ നാമെല്ലാം എല്ലാ വരികളും എടുത്തിട്ട് പറയണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് എങ്ങനെയാ പറയാന്ന് അറിയില്ല. അപ്പോൾ ഈ 2 മണിക്കൂറൊക്കെ വിട്ടുപോകുന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ച് പറയണത്. ഗുരുവായൂരപ്പൻ പറയാൻ തുടങ്ങിയാൽ നിർത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ ഗുരുവായൂരപ്പനോട് പറയാണ്. അത് ഞാൻ ഇടയ്ക്ക് ചില വരികൾ ഇങ്ങനെ വിട്ടിട്ടാണ് പറയണത്.
അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ട്. ഓരോരോ കർമ്മങ്ങള് കുറച്ച് നമ്മള് ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഓരോരോ ദിക്കില് ആ കർമ്മങ്ങളെ കൊണ്ട് എത്തുകയാണ്. അപ്പൊ നരകത്തിലേക്ക് ഒരു ജീവൻ പോയി എന്നുണ്ടെങ്കിൽ ആ നരകത്തിൽ അവൻ ചെയ്ത പാപത്തിന്റെ ഫലമെല്ലാം അനുഭവിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും? മനുഷ്യനായിട്ട് തന്നെ വന്ന് ജനിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയുള്ള ഈ ജന്മങ്ങളെ കൊണ്ട് ഈശ്വരനെ സേവിച്ച് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ബാക്കി എല്ലാ ജീവനും മനുഷ്യന് അനുഭവിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ എല്ലാ ജീവന്മാർക്കും കഴിയാം. ഉറങ്ങാൻ സാധിക്കും, ഭക്ഷണം കഴിക്കാൻ സാധിക്കും, മൈഥുനം ചെയ്യാൻ സാധിക്കും, കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ എല്ലാം ഉണ്ട് മറ്റെല്ലാ ജീവനും. പക്ഷേ ഈശ്വരോപാസന ചെയ്യാൻ, ഭഗവാൻ നാമം ജപിക്കാൻ അത് ആ മനുഷ്യൻ ആയിട്ട് തന്നെയാണ് സാധിക്കുള്ളൂ. ആ മനുഷ്യന് അത്രയും പ്രധാനമാണ് ഈശ്വരനെ ആശ്രയിക്കാൻ. ജീവൻ മുക്തി, ഒരു ജീവൻ മുക്തി നേടാനായിട്ട് മനുഷ്യജന്മം കൊണ്ടാണ് സാധിക്കുക. ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മളതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഏതൊക്കെ ജന്മങ്ങളാണ് വന്ന് ജനിക്കുക എന്നുള്ളതിൻ്റെ അടിയിൽ ഇങ്ങനെ പറയും. അത് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് പിന്നെ 84 ലക്ഷം യോനികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് പിന്നെയും മനുഷ്യജന്മം കിട്ടുക. ആ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ ചുട്ടു തിന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് പിന്നെയും എങ്ങനെയാണെന്നൊന്നും വന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില ഒരു ഭാഗ്യം ചെയ്ത ജീവനുകളുണ്ടാവും. അവരുടെ വാസന പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോയിണ്ടാവില്ല എന്നുള്ളതോട് കർമ്മബന്ധത്തിൽ പെടാം. ജഡഭരതന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അദ്ദേഹം മാൻകുട്ടിയെ സ്നേഹിച്ച് ഇവിടെയുള്ളവരോട് അത് വിസ്തരിച്ച് പറയൊന്നും വേണ്ട. അപ്പൊ ആ മാൻകുട്ടിയെ അവസാന കാലത്ത് കാട്ടിൽ വസിക്കാൻ കാട്ടിൽ പോയിട്ട് ഈശ്വരോപാസന ചെയ്യാൻ പോയത് ആ ഒരു ഇഷ്ടം മാൻകുട്ടിയോടായിട്ട് മാൻകുട്ടിയെ ചിന്തിച്ചിട്ട് ആ ജീവൻ പോയപ്പോൾ മാൻകുട്ടിയായിട്ട് ജനിച്ചു. പക്ഷെ ആ മാൻകുട്ടിക്ക് പൂർവ്വജന്മസ്മൃതി ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. നമുക്കത് പറയുമ്പോൾ വിശ്വാസമൊന്നും ഒരിക്കലും ഗുരുവായൂർ കേശവൻ്റെയൊക്കെ കഥ ആലോചിച്ചാൽ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ആ ഒരു ഭാഗ്യം കൊണ്ട് പിന്നെ ഈശ്വരോപാസന ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഭഗവാനെ തന്നെ സ്മരിച്ച് അവിടെ ഇരുന്നപ്പോൾ മനുഷ്യനായിട്ട് വീണ്ടും ഭഗവാൻ ആ കാരുണ്യം കൊണ്ട് ജനിച്ചു. അങ്ങനെ ജീവൻ മുക്തനായി എന്ന് പറയണ്ടേ. ഇത് ചുരുക്കം ചിലരാണ്. അതുപോലെ ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു. ആനയായിരുന്നു എന്നുണ്ടെങ്കിലും മട്ടിലാവരതൻ ഓടി വരുന്നതായി കണ്ടാനന്ദമഗ്നൻ ഒരു താമരയാഞ്ഞെടുത്ത് തുമ്പിക്കരത്തിലതുയർത്തി ഉറക്കയോതി നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. അവിടെയും അങ്ങനെ അപൂർവം ഭഗവാന്റെ കാരുണ്യത്തിന് കാരണം പൂർവ്വജന്മ സ്മൃതി അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ എത്ര സൽക്കർമ്മം അവർ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്ക് ആ പൂർവ്വജന്മ സ്മൃതി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി എത്ര കാലം കാത്തിരുന്നിട്ട് വേണമെന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ കിട്ടിയ സമയം പാഴാക്കാണ്ട് ആ ഈശ്വരനെ ഉപാസിച്ചിട്ട് ആ ഭഗവാനോട് അടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് സാധിക്കുന്നുള്ളതിൻ്റെ ആ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം. നമ്മുടെ മുന്നിലൂടെ നടന്നു പോയ പൊന്താനമുത്തച്ഛൻ, അതുപോലെ സുഹൃതം. ഇപ്പൊ നരകത്തിൽ പോയ ആൾക്കാരെന്താ അങ്ങനെ പറഞ്ഞു, സുഹൃതം ചെയ്തവരെന്താ സ്വർഗത്തിലേക്കൊക്കെ പോയി സ്വർഗത്തിലിരുന്ന് സുഖിച്ചിട്ട് ആ സൽക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ വന്നിട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ
അപ്പൊ എന്ത് ചെയ്യും? പിന്നെയും ഈ പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ പിന്നെ ഉണ്ടാവും. അപ്പൊ ഈ നരകങ്ങളിലും സ്വർഗങ്ങളിലും ഇങ്ങനെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും നിൽക്കുകയാണ്. ഓരോരോ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ചിലപ്പോൾ അസുര ജന്മത്തില് ജനിച്ചിട്ട് അല്ലെ, മഹാബലി, നമ്മുടെ പ്രഹ്ലാദൻ ഒക്കെ ആലോചിച്ച് നോക്കൂ. അസുര ജന്മമാണെങ്കിലും ജന്മം കൊണ്ട് അസുരനാണെങ്കിലും അവരുടെയൊക്കെ ഒരു ഭാവം എന്താ? സുതലത്തിൽ ഇതാ ഭഗവാൻ ഇന്നും കാവല് നിൽക്കണമെന്നാ പറയണേ. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പോ ആ അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു, അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു, നഹി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനോരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിരുന്ന നൃപഞ്ചത്തു കൃതിയായി പിറക്കുന്നു. വലിയ ഒരു രാജാവ് ഭരണം ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖാന്നാണ് നമ്മുടെയൊക്കെ വിചാരം. പക്ഷെ അവിടെ ഇരുന്നിട്ട് ചെയ്യേണ്ടത് ചെയ്യാണ്ട് ജനങ്ങളെ വേണ്ടതുപോലെ നോക്കാണ്ട് അവരെ ദ്രോഹിച്ച് ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തീർത്ത ആ ഒരു രാജാവ് കേവലം മലത്തില് പൊളയണ കൃമിയായിട്ടാണ് ജനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആ കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഈ കർമ്മങ്ങളുടെ ഫലം എവിടുന്നാണ് ഇതൊക്കെ ലഭിക്കുന്നത് വെച്ചാൽ ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഈ കർമ്മങ്ങൾ ചെയ്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഈ കർമ്മങ്ങളുടെ ചുതി വരുത്തണമെന്നെങ്കിലും എന്ത് വേണം? ഈ ഭൂമിയിൽ നിന്ന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ എവിടെയും പറ്റില്ല. ഓരോന്നും നമുക്ക് ഓരോ അനുഭവങ്ങൾ ഓരോരോ സുതലത്തിലെ, അതുപോലെ സ്വർഗത്തിലെ, ഓരോരോ സത്യലോകത്തെ ബ്രഹ്മലോകത്തൊക്കെ പോയി അനുഭവിക്കാമെന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ധനം കൊണ്ടുപോയിട്ട് ഓരോ ഹോട്ടലിലൊക്കെ ചെന്ന് താമസിച്ച് പൈസ തീരുമ്പോൾ അവർ പറയും പൊക്കോളാൻ, അതുപോലെ തന്നെയുള്ളൂ ഇതും എന്ന് പറയണു. അതുകൊണ്ട് അപ്പൊ പറയണു പൂന്താനമുത്തശ്ശൻ നമ്മളോട് പറയാണ്, ഒട്ടും വിഷമിക്കണ്ട, കർമ്മങ്ങൾക്കു വിട ഭൂമിയാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മി മറ്റെങ്ങും സാധിയാ നിർണയം. വേറെ എവിടെ പോയിക്കോട്ടെ, ഇവിടെ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ആ ഭൂമിയിൽ ഇരുന്നിട്ട് തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യുക. ആ ഭൂമിയിൽ നിന്ന് തന്നെ ആ കർമ്മത്തിന് നാശം നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ആ കർമ്മനാശം നടത്തേണ്ടത് ഇപ്പൊ നമ്മള് പറയുന്നുണ്ട് അല്ലെ, ഈ പലവിധ അവതാരങ്ങളെ പറ്റിയിട്ട്, ഭഗവാന്റെ പല അവതാരങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ പല അവതാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരുത്തർക്ക് വേണ്ടി ഒരു അവതാരം എടുത്തു. അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട്, ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഭഗവാൻ എന്തിനാ അവതാരം എടുക്കണേ? ഈ ഭൂമി ഉണ്ടല്ലോ, വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായിട്ട് അല്ലെ. ആ ഭൂമിയായിട്ട് വിളങ്ങുന്ന സമയത്ത് ഭഗവാൻ എന്തിനാ? അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ. എപ്പോഴും നമ്മൾ കഥ കേൾക്കാം, ഭൂമി ഒരു പശുവിന്റെ രൂപത്തിൽ എന്ന് സങ്കടം പറഞ്ഞു. അതുപോലെ ഭൂമിയെ വെള്ളത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോയപ്പോ അവിടുന്ന് യജ്ഞവരാഹമൂർത്തി വന്നു. അങ്ങനെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഭഗവാന്റെ ഓരോരോ അവതാരങ്ങള്. അപ്പോൾ അത് കാരണം അത് രണ്ടും രണ്ടല്ലല്ലോ, രണ്ടും ഒന്ന് തന്നെയല്ലേ. ഭഗവാൻ ആ മൂലപ്രകൃതിയും ഭഗവാനും ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ഭൂമി അതുകൊണ്ട് തന്നെ പറയണു, ഈ ഭഗവാന്റെ പത്നിയുടെ ആ ഒരു ഭാവത്തിലാണ് ഭൂമി. അപ്പൊ അതുകൊണ്ട് തന്നെ പറയണു, ഈ ഭൂമി തന്നെയാണ് എല്ലാ ലോകങ്ങളിലും വെച്ചിട്ട്, 14 ലോകങ്ങളിലും വെച്ചിട്ട് ഏറ്റവും വിശേഷപ്പെട്ടത്, ശ്രേഷ്ഠം ആയത് ഈ ഭൂമി തന്നെയാണ് എന്ന് പറയണു. ആ ഭൂമിയുടെ മഹത്വമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ യുഗത്തിന്റെ കാര്യങ്ങളും പറയണ്ടേ. ആ യുഗം
എന്താ വെച്ചാൽ ഇവിടെ അതിനു മുമ്പ് പറയേണ്ട കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഗണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങോമെഴുതല്ല നിർണയം. അപ്പൊ ആരാണ്? ഈ ഭൂമിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠം എവിടെയാ? ഈ ഭാരതത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇത് പറഞ്ഞു തുടങ്ങിയത് എന്തിനാണ്? നമ്മുടെ ജനന മരണങ്ങളെ പറ്റിയിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എന്തിനാണ്? നാമം ജപിക്കണേ. അത് മറക്കരുത് കേട്ടോ. നമ്മൾ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ പറയാൻ കാരണം എന്താ? എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. അത് ശ്രദ്ധയോടെ കേൾക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. ആദ്യം പറഞ്ഞത് എന്താ? ഭഗവാനെ നാമം ജപിക്കാൻ തോന്നിക്കണേ. എന്തിനാ നാമം ജപിക്കണേ എന്നുള്ളത് ഇതാ പറഞ്ഞു തരണോ. അപ്പൊ അതിൻ്റെ അല്ലെങ്കിൽ നാമം ജപിക്കാണ്ട് ഭൂമിയിൽ ഇരുന്നാൽ വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മളുടെ ഓരോ ദുരിതങ്ങളെ പറ്റിയിട്ടും ഇത് ഇങ്ങനെ ഒരു 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യമൊന്നുമല്ല. ഒരു 2 വരി എടുത്തിട്ട് 2 മണിക്കൂർ പറയുക. അല്ലാണ്ട് അതും 2 മണിക്കൂർ മതിയാവുമെന്ന് ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞ് അങ്ങനെയുള്ള ആ മഹാത്മാക്കളുടെ മുമ്പിൽ നിന്ന് കേട്ട് 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 ശരിക്കും അത്രയ്ക്കധികം ഇത് തന്നെ ഒരു യജ്ഞം നടത്താനുള്ള അത്രയ്ക്കും അറിവുകൾ ഈ ഓരോ വരികളുടെ ഉള്ളിലുണ്ട്. അത്രയും ശ്രേഷ്ഠമാണ് ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് ഗുരുവായൂരപ്പൻ തന്നെയാണ് സമ്മതം വായിച്ച് തീർച്ചപ്പെടുത്തിയത് അല്ലേ. ആ സമയത്ത് ജ്ഞാനപ്പാന എഴുതിയതും ഏകദേശം നാരായണീയ ഭട്ടതിരി പാട് അവിടെ നാരായണീയം സമർപ്പിച്ച ഒരേ സമയത്താണെന്ന് പറയുന്നു. അദ്ദേഹം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വാതരോഗമൊക്കെ മാറിയ സമർപ്പിച്ചു. ഇനി കുറച്ച് ദിവസം കൂടിയും അവിടെ ഭജന ചെയ്തിട്ട് പോവാമെന്നുള്ള സങ്കല്പത്തിലിരിക്കുന്ന സമയത്താണ് പൂന്താന മുത്തച്ഛൻ ഇത് കൊണ്ടു കൊടുക്കണത്. അപ്പോൾ പറഞ്ഞത് ഭാഷാഗ്രന്ഥമല്ലേ, വേറെ ആരെങ്കിലും കാണിച്ചോളൂ, മലയാളമല്ലേ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അവജ്ഞയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പൂന്താന മുത്തച്ഛനോട് അയ്യോ ഇത് അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഇത് മലയാളമല്ലേ, ആർക്കായാലും വായിച്ചാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ അദ്ദേഹത്തിനൊരു പാണ്ഡിത്യഗർവ് ഉണ്ടായിരുന്നു. ഞാൻ സംസ്കൃതത്തിൽ എനിക്ക് അറിവുണ്ട്. അതുപോലെയല്ലല്ലോ മലയാളം ആർക്കും വായിച്ചാൽ മനസ്സിലാവില്ല. അത് ആരെ വേണമെങ്കിലും കഴിച്ചാലും പറ്റും എന്നുള്ള ഒരു സ്വയം ഒരു ഭാവം ഉണ്ടായിരുന്നു. അല്ലാണ്ട് പൂന്താന മുത്തച്ഛനോടൊരു വിലക്കുറവ് ഉണ്ടായിട്ടല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി വേറെ ആരെയും കാണിക്കാനാണ്, ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് എഴുതിയില്ല, ഗുരുവായൂരപ്പൻ്റെ പടിയിൽ തന്നെ സമർപ്പിച്ചു. ഇത് പൂജിച്ച് തരണം എന്ന് പറഞ്ഞു. മേൽശാന്തി പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ, നാളെ തരാട്ടോ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് വാതരോഗം വീണ്ടും അധികമായിട്ട് വരണു. ആ സമയത്ത് എന്താണ് ചെയ്തതെന്ന് അറിയാണ്ട് ഉറക്കെ കരയുമ്പോൾ കേൾക്കണത് എന്താണ്? കൂടിയല്ല പിറ. ആദ്യം തന്നെ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്: കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യയിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നമൃത. എന്തിനായി അറിവിൻ്റെയും അറിവില്ലായ്മയുടെയും കാര്യത്തിൽ വെച്ച് മത്സരബുദ്ധിയൊക്കെ വയ്ക്കണേ? എനിക്ക് മേൽപ്പത്തൂരിൻ്റെ ആ വിഭക്തിയേക്കാൾ ഇഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. അപ്പം എല്ലാവരും ഭക്തി ഇല്ലാത്ത ആളാണ്. ഭട്ടേരിപ്പാടിന് ഭക്തി ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമോ? അദ്ദേഹം അത്രയും ഭക്താഗ്രഹണ്യനാണ്. ഇന്നും എത്രയോ പേരുടെ രോഗങ്ങൾക്ക് ശമനമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാരായണീയം ഇപ്പോഴും ഉണ്ട്. എത്രയോ പേർക്ക് ആശ്വാസമായിക്കൊണ്ട്. വിഭക്തി എന്ന് ഉദ്ദേശിച്ചത് സംസ്കൃതത്തിലുള്ള ആ പാണ്ഡിത്യം ഉണ്ടല്ലോ, ആ അഹങ്കാരമാണ് പറയണത്. അതിനേക്കാളും എനിക്കിഷ്ടം സാധാരണക്കാരായിട്ടുള്ള ആ പ്രേമഭക്തി തന്നെയാണ് കേട്ടോ. അറിവിൻ്റെ ഭക്തി, അറിവിനേക്കാളും ഇഷ്ടം പ്രേമഭക്തി തന്നെയാണെന്ന്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ എത്രയായാലും ആ പ്രേമത്തോടു കൂടി എന്ത് കൊടുത്താലും ഗുരുവായൂരപ്പൻ അതേ വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കും. ബാക്കി എല്ലാം സ്വീകരിക്കും ഗുരുവായൂരപ്പൻ, എന്നാലും അതിനോടൊരു പ്രത്യേകത ഉണ്ടാവും. അതാണ്. അപ്പോൾ ആ ഒരു ഗ്രന്ഥം പറഞ്ഞപ്പോൾ തിരിച്ചു
ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പൂന്താന മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പൂന്താന മുത്തശ്ശൻ വേഗം വീട് നമസ്കരിക്കാൻ നോക്കി. പരസ്പരം നമസ്കരിക്കണു, എന്താ അങ്ങനെ നമസ്കരിക്കരുത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ വരികൾ പറഞ്ഞപ്പോൾ അപ്പം മനസ്സിലായി ഗുരുവായൂരപ്പൻ തന്നെയാണ് വായിച്ചു തിരുത്തിയിരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാ, എനിക്ക് ഒന്ന് എനിക്ക് വായിക്കാനായിട്ട് ആ ഗ്രന്ഥം ഒന്ന് തരുമോയെന്ന് ചോദിക്കേണ്ടി വന്നു. കാരണം ഗുരുവായൂരപ്പൻ വായിച്ച് ഒപ്പിട്ട് കൊടുത്തതാണേ, അതൊന്ന് വായിക്കാൻ സാധിക്കാൻ എത്ര ഭാഗ്യമാണ്. അപ്പം നമ്മൾ വെറുതെ ഒരു കൈപ്പുസ്തകം, ഇതല്ലാണ്ട് ഒരു കുഞ്ഞിയ പുസ്തകമുണ്ട് കയ്യിൽ ചുരുട്ടി പിടിക്കണ പോലെ, അങ്ങനെ നമ്മളിത് വിലയില്ലാണ്ട് കൊണ്ടു നടക്കണമെന്നേ ഉള്ളൂ. അത്ര മഹത്വ ഗുരുവായൂരപ്പൻ കയ്യൊപ്പിട്ടതാണ് നമ്മളിവിടെ പറയണ വരികളൊക്കെ. അപ്പം അത് ആരെ കൊണ്ടാവും അതിൻ്റെ അർത്ഥം പറയാൻ. അതുപോലെ തന്നെ കലിയുഗത്തിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്തിനാണ് ഭക്തിദേവി തന്നെ ചോദിക്കുന്നു ശ്രീനാരദരുടെ അടുത്ത്, എന്തിനാണ് ഈ കലിക്ക് ഇങ്ങനെ സ്ഥാനം കൊടുത്തത് പരീക്ഷിത് മഹാരാജാവ് എന്ന് പറഞ്ഞു. ഈ കലികാലത്ത് എൻ്റെ മഹത്വം എന്താ വെച്ചാൽ കലവോ കേശവ കീർത്തനം. ആ കലികാലത്ത് ആ ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രം മതി. ഈ ഭഗവാൻ എന്തിനാണ് ഈ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ജനിച്ചതെന്ന് ചോദിച്ചാൽ പലരും പല കാരണം പറയും. പക്ഷെ ഗുരുവായൂരപ്പൻ സ്വകാര്യമായിട്ട് പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ വരാനിരിക്കുന്ന കലികാലത്തെ ജനങ്ങൾക്ക് അവരെ ആലോചിച്ചിട്ട് ഭഗവാൻ ഒരു ഇരിക്കപ്പുറതിയില്ല. അപ്പം അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ പോകുന്നതാണ്. ഈ ലീലകൾ ആടിയതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മുടെ ഉള്ളിലല്ലേ ഭഗവാൻ കളിക്കേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകൾ ആടിയത്. അപ്പം അങ്ങനെയുള്ള ആ മഹത്വം, കലികാലത്തിൻ്റെ ഒരു മഹത്വം. അപ്പം ഈ കലികാലത്ത് നമുക്കിവിടെ വന്ന് ജനിക്കാൻ സാധിച്ചത് തന്നെ എത്ര ഭാഗ്യമാണ്. യുഗം നാലിലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമയെന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമന്യേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും. പറയണു, ബാക്കി എന്തു തന്നെ ചെയ്യുമ്പോഴും ഈ നാമജപത്തിൻ്റെ അത്രയ്ക്കും മഹത്വമില്ല. കലികാലത്ത് നാമജപമാണ് വേണ്ടത്. നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ. അതിനെന്താ ഇപ്പോൾ നാമം എന്താ? ആരാ പ്രമാണം? അപ്പോൾ അതാ പൂന്താന മുത്തശ്ശൻ പറയണു, ഞാൻ തന്നെ പ്രമാണം, ഞാൻ തന്നെയാ പ്രമാണം. അതെന്താ? ഞാനിതാ നാമം ജപിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്നുല്ലോ. അതെപ്പോഴുണ്ടായി? അങ്ങനൊരു സംഗതി ഉണ്ടായി. അതെന്താ വെച്ചാൽ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ തന്നെ ആ നിർമാല്യ പൂജ തൊഴാൻ വേണ്ടിയിട്ട് തിരുമാന്താംകുന്നിൽ നിന്ന് നടന്ന് വരുന്ന സമയത്ത് കള്ളന്മാർ ആക്രമിച്ചു ഇദ്ദേഹത്തിനെ. കള്ളന്മാർ വന്നിട്ട് ഉപദ്രവിച്ചു, ആക്രമിച്ചു. എന്താ പണുണ്ടോ എന്ന് നോക്കിയിട്ട് ഇതൊന്നും ഇല്ല, ഭാഗവത ഗ്രന്ഥം മാത്രം പട്ടിൽ പൊതിഞ്ഞ് നെഞ്ഞോട് ചേർത്ത് പഠിച്ചു, ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു അതെന്തോ ഒരു പണപ്പെട്ടിയാണ്, ഇതിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാം വച്ചിട്ടുണ്ടാവാൻ. അത് തട്ടിപ്പറിക്കാൻ നോക്കിയപ്പോൾ ഉറക്കെ കൃഷ്ണ ഗുരുവായൂരപ്പാന്നൊരു വിളിച്ചു. ആ നിമിഷം അവിടെ മങ്ങാട്ടച്ഛൻ ഓടി വന്ന് ആ കള്ളന്മാരെയൊക്കെ തിരത്തി ഓടിച്ചു. എന്നിട്ട് അപ്പോൾ വേഗം നമസ്കരിച്ചു. അങ്ങ് വന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞു എന്നെ ഭഗവാനെ ഞാൻ വിളിച്ച് കരയായിരുന്നു, എന്നെ ഗുരുവായൂരപ്പൻ പറഞ്ഞാൽ വിഷമിക്കേണ്ട, അപ്പോഴും ഇനി ആരും ഉപദ്രവിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ കയ്യിലുള്ള മോതിരം ഊരിയിട്ട് മങ്ങാട്ടച്ഛന് കൊടുക്കുകയാണ്. ഈ മോതിരം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രന്ഥം പൂന്താന മുത്തശ്ശൻ്റെ ഇപ്പോൾ ജ്ഞാനപ്പാനയുടെ ഒരു കഥ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പൂന്താന മുത്തശ്ശന് വേണ്ടിയിട്ട് പാരിതോഷികമായിട്ട് നെൽപ്പത്തൂർ ഭട്ടേരിപ്പാട് സമർപ്പിച്ചത് അത്ര. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിടുന്ന സ്വർണ്ണ മോതിരം, ഇത് ഭട്ടേരിപ്പാട് സമർപ്പിച്ച മോതിരമാണ്. അതുകൊണ്ട് ആ ഒരു ഭക്തൻ തന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇത്രയും പരമഭക്തനായ ഭട്ടേരിപ്പാട് തന്നത് അദ്ദേഹത്തിന് പട്ടും വളയൊക്കെ കിട്ടിയ പോലെയുള്ളപ്പോൾ ഭാഗ്യമാണ്. ഇത്രയും മഹാത്മാവായ ഒരാൾ
എനിക്കൊരു സാധനം തന്നൂലോ, പിന്നെ വിരലുമെന്ന് ഊരിയിട്ടില്ല എന്നാണ് പറയണത് ആ മോതിരം. ആ മോതിരം എന്താ അപ്പോൾ ഇതിലും ശ്രേഷ്ഠമായിട്ട് എന്താണല്ലേ ഭഗവാന് കൊടുക്കാൻ? ഇതൊരു പക്ഷേ ഭഗവാൻ ഇപ്പോൾ അല്ല ഈ ഒരു കാര്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഊരിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ മോതിരത്തിനോടുള്ള പ്രിയം ഗുരുവായൂരപ്പന് നല്ലോണം അറിയാം. ഗുരുവായൂരപ്പൻ അവിടെ നിന്നിട്ട് മേൽശാന്തിയുടെ അടുത്ത് പറഞ്ഞു, അതേ നാളെ പൂന്താനം തൊഴാൻ വരുമ്പോൾ ആ മോതിരങ്ങൾ തിരിച്ചു കൊടുത്തോളൂന്ന്. അങ്ങനെയാണ്. അപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും, വിളിക്കേണ്ട പോലെ വിളിക്കണം. നമ്മളുടെ വിളിപ്പുറത്തും ഭഗവാൻ വന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് യാതൊന്നും ഇല്ലാതെ കണ്ട് നമ്മളിതാ ഒരു ആശ്രയം ഇല്ലാന്നുള്ള നിലയ്ക്ക് നമ്മളിതാ ഇരിക്കുന്ന സമയത്ത് നെഞ്ഞ് പൊട്ടിയിട്ട് വിളിക്കും. കൃഷ്ണാന്നൊരു വിളിക്കുമ്പോൾ നമുക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, വിളിപ്പുറത്ത് ഭഗവാൻ വന്നത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. മുത്താരമുത്തശ്ശൻ അത് ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പറയും, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പറഞ്ഞോണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും അമൃതമുള്ളപ്പോൾ ഇങ്ങനെ മറ്റൊരു ചായയുടെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ധർമ്മം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ചായ തയ്യാറായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ ഒട്ടും മനസ്സുണ്ടായിട്ട് അല്ല ഇരിക്കണേ, എന്നാലും ചായ കുടിച്ചിട്ട് വരാം. രാധേശ്യാം. വളരെ വേഗം തന്നെ ചായ കുടിച്ചിട്ട് തിരികെ പ്രവേശിക്കും.